ഗുഡ് ഈവനിങ്. നമുക്ക് ഇന്നത്തെ സെഷൻ സ്റ്റാർട്ട് ചെയ്യാൻ തോന്നുന്നു. നമ്മുടെ ഇന്നത്തെ മൈ യൂണിവേഴ്സിറ്റി എക്സ്പീരിയൻസിൽ സ്പീക്കറായി വന്നിട്ടുള്ളത് അലക്സ് ഷാജു ആണ്. MSc സ്റ്റാറ്റിസ്റ്റിക്സ് പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു സെഷനിൽ എന്നത്തെയും പോലെ തന്നെ ഫസ്റ്റ് ഫേസ് ആയിട്ട് നമുക്ക് അലക്സ് ആ ഒരു യൂണിവേഴ്സിറ്റീനെ കുറിച്ചിട്ടും കോഴ്സിനെ കുറിച്ചിട്ടും കാര്യങ്ങൾ പറഞ്ഞു തരും. നിങ്ങൾക്ക് ആ ഒരു രണ്ടാമത്തെ ഫേസിൽ ആണ് ഡൗട്ട്സ് ക്ലിയർ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരിക്കാം. അപ്പോൾ നിങ്ങൾ ഡൗട്ട്സ് ഒക്കെ ചോദിക്കുന്ന സമയത്ത് അധികവും സ്പെസിഫിക് ആയിട്ട് ചോദിക്കാൻ ശ്രദ്ധിക്കുക. ഈ ഒരു കോഴ്സിനെ കുറിച്ചിട്ടും ഈ ഒരു യൂണിവേഴ്സിറ്റീനെ കുറിച്ചിട്ടും കൂടി സ്പെസിഫിക് ആയിട്ട് കുറച്ചുകൂടി ക്വസ്റ്റ്യൻസ് ചോദിച്ചാലാണ് അലക്സിനെ ആൻസർ ചെയ്യാൻ പറ്റുക. അല്ലാത്ത ക്വസ്റ്റ്യൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ മെൻറ്റേഴ്സിനോടാണ് ക്ലിയർ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് എന്തായാലും സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. അലക്സ്, വെൽക്കം ടു ദ സെഷൻ. സ്റ്റാർട്ട് ചെയ്തോളൂ. ഹായ്, എൻ്റെ പേര് അലക്സ് എന്നാണ്. ഞാനിപ്പോൾ പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിൽ MSc സ്റ്റാറ്റിസ്റ്റിക്സ് ഫൈനൽ ഇയർ ആണ്. സോ എൻ്റെ വീട് ബേസിക്കലി ആലപ്പുഴയാണ്, ആലപ്പുഴ ചേർത്തല. സോ ഐ ഡിഡ് മൈ UG മാത്സിലാണ് UG ചെയ്തത്, കൊച്ചിയിലായിരുന്നു. സോ ഞാൻ ഉദ്ദേശിക്കുന്ന ഇപ്പോൾ ഒരു 3 സെക്ഷനായിട്ട് പറയാമെന്ന. ഒന്നെൻ്റെ യൂണിവേഴ്സിറ്റി, ഇവിടുത്തെ പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി എക്സ്പീരിയൻസിനെ കുറിച്ചും, പിന്നെ ഒരു പെട്ടെന്നൊരു CET PGനെ കുറിച്ച് ചെറുതായിട്ട്, പിന്നെ എൻ്റെ കോഴ്സിനെ കുറിച്ചും. സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് ഞാൻ ചെയ്യുന്നത്. സോ അതിനെ കുറിച്ച്, ഇവിടുത്തെ സ്റ്റാറ്റിസ്റ്റിക്സിനെ കുറിച്ചും ജസ്റ്റ് ഒന്ന് ബ്രീഫ് ആയിട്ട് പറയാനാണ് വിചാരിക്കുന്നത്. അപ്പൊ അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻസോ ക്വറീസ് ഒക്കെ ഉണ്ടെങ്കിൽ ചോദിക്കായിരിക്കും. സോ പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി എന്ന് പറയുമ്പോൾ വൺ ഓഫ് ദ ഓൾഡസ്റ്റ്, അതെ, സെൻട്രൽ യൂണിവേഴ്സിറ്റീസിനെ എടുക്കുകയാണെങ്കിൽ വൺ ഓഫ് ദ ഓൾഡസ്റ്റ് ആൻഡ് ഇന്ത്യയിലെ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് യൂണിവേഴ്സിറ്റീസ് ആണ്. ഈ കുറച്ച് 1985 ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തത്. അപ്പൊ അത്ര ഓൾഡ് ആണ്. അപ്പൊ അത്രയും വർഷങ്ങളായുള്ളതുകൊണ്ട് തന്നെ വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടൊരു യൂണിവേഴ്സിറ്റി. ക്യാമ്പസ് ആണെങ്കിലും എവറിത്തിങ് ആണ്, ബാക്കി സ്റ്റഡീസ് അക്കാഡമിക്സ് ആണെങ്കിലും ഒക്കെ തന്നെ വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആണ്. സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് തന്നെ എനിക്ക് തോന്നുവാണെങ്കിൽ മെയിൻ ആൾക്കാർ ഇപ്പോൾ നോക്കുന്ന ഡൽഹി, JNU അങ്ങനത്തെ യൂണിവേഴ്സിറ്റീസ് ആണെങ്കിലും കമ്പാരിറ്റീവ്ലി ബാക്കി യൂണിവേഴ്സിറ്റീസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നല്ല റാങ്കിങ്ങും നല്ല ടോപ്പിൽ നിൽക്കുന്ന, സൗത്ത് ഇന്ത്യയിൽ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് ആണ്. ഓവറോൾ ഇന്ത്യയിൽ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് യൂണിവേഴ്സിറ്റീസ് ആണ്. സോ സ്ഥലം എന്ന് പറയുകയാണെങ്കിൽ പോണ്ടിച്ചേരി യൂണിയൻ ടെറിട്ടറി അറിയാം, തമിഴ്നാടിന്റെ ഉള്ളിലാണ്. ചെന്നൈ ആയിട്ട് ഒരു 3 hour ഡിസ്റ്റൻസ് ഒക്കെ വരുന്നുള്ളൂ. ചെന്നൈ പോണ്ടിച്ചേരി ഒരു 3 hour ഡിസ്റ്റൻസേ ഉള്ളൂ. മെയിൻ ഒരു അടുത്തുള്ള ഒരു പ്ലേസ് എന്ന് പറഞ്ഞാൽ ചെന്നൈ ആണ്. സോ ഇതൊരു കടലിന്റെ തൊട്ടടുത്ത് കിടക്കുന്ന ഒരു സ്ഥലമാണ്. നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ നേരെ കുറച്ച് മാറി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു 1 kilometer പോലും ഇല്ല, നേരെ കടൽ സീ ഷോറാണ്. സോ വൺ ഓഫ് ദ എന്താ പറയാ, ഒരു ബെസ്റ്റ് ക്യാമ്പസ് വൈബ്സ് കിട്ടുന്ന ഒരു യൂണിവേഴ്സിറ്റി കൂടെയാണ്. മെജോറിറ്റി മല്ലൂസ് തന്നെയാണ് ഇവിടെ ഉള്ളത്. മല്ലൂസ് തന്നെയാണ്, ഒരു 60% യൂണിവേഴ്സിറ്റി മല്ലൂസ് തന്നെയാണ് ഉള്ളത്. അപ്പൊ നിങ്ങൾക്ക് നാട്ടിൽ മാറി നിൽക്കുന്ന ടൈപ്പ് ഫീൽ ഇവിടെ ഇല്ല. വരുന്നത് ഇവിടെ നമ്മുടെ ക്ലാസ്സുകളിലാണെങ്കിലും യൂണിവേഴ്സിറ്റി മുഖത്താണെങ്കിലും മലയാളീസിന്റെ തന്നെ ഒരു 60-70% മലയാളീസിനാന്ന് പറയാം. പക്ഷേ ബാക്കിയുള്ളിടത്തുനിന്ന് ആൾക്കാരുണ്ട്. ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റി തന്നെ ഓൾ ഓവർ ഇന്ത്യ, ഈവൻ ഇന്റർനാഷണൽ സ്റ്റുഡൻസ് വരെ ഇവിടെ പഠിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു വൈബും, അതായത് ഒരു കൊളാബിന്റെ എല്ലാവരും കൾച്ചറൽ എക്സ്ചേഞ്ച് ആണെങ്കിലും ബാക്കിയുള്ളവരുടെ ഒരു ഇതൊക്കെ അറിയാനാണെങ്കിലും ലാംഗ്വേജ് ഒക്കെ ആണെങ്കിലും എല്ലാം നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. എന്നാൽ തന്നെ മലയാളി സ്കൂളിലായിട്ട് ആ ഒരു പ്രശ്നവും ഒരു മാറി നിൽക്കുന്നതിന്റെ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും ഇഷ്യൂസോ വരുന്നുമില്ല. സോ എന്തുകൊണ്ടും അതുകൊണ്ട് തന്നെയാണ് എന്തൊക്കെ കൂടുതൽ മലയാളീസും ഇവിടെ ഓർക്കുന്നത്. സൗത്ത് ഇന്ത്യയിൽ തന്നെയാണ്, നമ്മുടെ നാട് കേരളത്തിന് അടുത്താണ് കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ ആൾക്കാർ പ്രിഫർ ചെയ്യുന്നത് പോണ്ടിച്ചേരി ആയിരുന്നു, സൗത്ത് ഇന്ത്യയിൽ തന്നെ. പിന്നെ ഇതിന്റെ ഒരു ജോഗ്രഫി പറയുകയാണെങ്കിൽ നമ്മുടെ പോണ്ടിച്ചേരി, നമ്മൾ ചെന്നൈയുടെ ഒരു 3 hour ജേർണി ഉണ്ട്. പോണ്ടിച്ചേരി ഒരു ഔട്ട്സ്കേർട്സിലാണ് നമ്മുടെ യൂണിവേഴ്സിറ്റി ഇരിക്കുന്നത്. പോണ്ടിച്ചേരി ടൗണിൽ നിന്ന് ഒരു 1/2 hour വരും ചെന്നൈ റൂട്ടിൽ. ഇവിടെ തന്നെ പോണ്ടിച്ചേരി ജിപ്മറൊക്കെ, ജിപ്മർ എന്ന് പറഞ്ഞ ഫേമസ് മെഡിക്കൽ കോളേജാണ്, അത് പോണ്ടിച്ചേരി ടൗണിലാണ്. അപ്പൊ നമ്മുടെ മെഡിക്കൽ നീഡ്സ് ഒക്കെ എന്തെങ്കിലും നമുക്ക് ജിപ്മർ ഭയങ്കര ആക്സസിബിൾ ആണ്. ഫ്രീ ഓഫ് കോസ്റ്റ് നമുക്ക് നല്ല ചികിത്സ കിട്ടുന്ന സ്ഥലമാണ്. പിന്നെ പറയുകയാണെങ്കിൽ ക്യാമ്പസിനെ പറ്റി പറയുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞില്ല, നല്ലൊരു ക്യാമ്പസ് വൈബാണ്. അതിന്റെ വൺ ഓഫ് ദി മെയിൻ റീസൺ ഒരു ഫുൾ ഫ്രീഡം ഉള്ള ഒരു ക്യാമ്പസ് ആണ്. ഒരു 24 hours ലൈവ് ക്യാമ്പസ് എന്ന് പറയാം. ഇവിടെ എൻട്രിക്കോ എക്സിറ്റോ ഒന്നും റെസ്ട്രിക്ഷൻ ഇല്ല. ഹോസ്റ്റലായാലും യൂണിവേഴ്സിറ്റിക്കുള്ളിൽ ക്യാമ്പസിനുള്ളിൽ എത്ര രാത്രി വേണമെങ്കിലും നടക്കാനാണെങ്കിലും ഒന്നും ഒരു റെസ്ട്രിക്ഷൻസും നമുക്ക് വരുന്നില്ല. നമുക്ക് നമ്മുടെ യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസിന് ID കാർഡ് ഉണ്ട്. ID കാർഡ് ഉണ്ടെങ്കിൽ
24/7 നമുക്ക് യൂണിവേഴ്സിറ്റി ആക്സസിബിൾ ആണ്. പുറത്തോട്ട് പോകാനാണെങ്കിലും അകത്തോട്ട് വരാനാണെങ്കിലും. അതായത് ഒരു 800 ഏക്കേഴ്സോളം പരന്നു കിടക്കുന്ന സ്ഥലമാണ്. ഭയങ്കര വൈഡ് ആയിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ്. അപ്പം രാത്രിയൊക്കെ അകത്ത് നടക്കാനാണെങ്കിലും നൈറ്റിന്റെ ഒരു സ്ലീപ്പിംഗിലൊക്കെ ആണെങ്കിലും വൈബടിക്കാൻ പോകാനാണെങ്കിലും പഠിക്കാൻ പോകാനാണെങ്കിലും ഒക്കെ നമ്മൾ ഫുൾ ഫ്രീ ആണ്. നമ്മളെ ആരും ഇവിടെ ഒന്നും കമ്പൽ ചെയ്യുന്നില്ല. ഇപ്പൊ പഠിത്തത്തിന്റെ കാര്യത്തിലാണെങ്കിലും അതിനൊരു സ്ട്രിക്ട്നെസ് അല്ലെങ്കിൽ ഒന്നുമില്ല. വി ആർ ഫ്രീ ടു ചൂസ് വാട്ട് എവർ വി വാണ്ട്. റൈറ്റ് ഓർ റോങ് നിങ്ങളുടെ മുമ്പിലുണ്ട്, നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാന്ന് പറഞ്ഞാൽ ആക്ച്വലി വി ആർ ഫുള്ളി ഫ്രീ. നിങ്ങളുടെ മുമ്പിൽ നല്ല വഴിക്ക് പോകാനുള്ള ഓപ്ഷൻ ഉണ്ട്, അതുപോലെ തന്നെ മോശം വഴിക്ക് പോകാനുള്ള ഓപ്ഷൻ ഉണ്ട്. ലൈക്ക് പറയുമ്പോൾ ഓപ്ഷനായിട്ട് പറയുന്നത് എല്ലാ ഓപ്ഷനും ഉണ്ട്. നിങ്ങൾക്ക് പഠിക്കാനാണെങ്കിലും 24 hours നമുക്ക് റീഡിംഗ് റൂം ഉണ്ട്. പീസ്ഫുള്ളി AC ആയിട്ടുള്ള റീഡിംഗ് റൂം ഉണ്ട്. നമുക്കൊരു 3 AM വരെയൊക്കെ അവിടെ നിന്ന് പഠിക്കാൻ ഫുൾ വൈഫൈ എനേബിൾഡ് ആണ് ഫുൾ ക്യാമ്പസ്. ഇപ്പൊ വൈഫൈ ഉണ്ട്, നമുക്ക് അവിടെ ചാർജിങ് സ്ലോട്ട്സ് ഉണ്ട്. അപ്പോൾ ലാപ്ടോപ്പ് ഒക്കെ വെച്ചിട്ട് ആ റീഡിംഗ് റൂമിൽ ഇരുന്നിട്ട് AC ആണ്. ഒരു 3 AM വരെ, ഒരു മോർണിംഗ് 8 AM തൊട്ട് വെളുപ്പിന് 3 AM വരെയൊക്കെ നമുക്ക് അവിടെ നിന്ന് പഠിക്കാൻ പറ്റും. പഠിക്കാനാണെങ്കിലും ഫുൾ ഫെസിലിറ്റീസ് ഉണ്ട്. ലൈബ്രറി ഉണ്ട്, നല്ല എക്സ്പെർട്ട് ആയിട്ടുള്ള ഒരു ലൈബ്രറി 8 PM വരെയൊക്കെ ഓപ്പൺ ആണ്. അപ്പൊ അവിടെ ഇരുന്ന് പഠിക്കാൻ പറ്റും. ലൈക്ക് പഠിത്തത്തിന്റെ മേഖലയിലാണെങ്കിലും ഒക്കെ നല്ല രീതിയിൽ പോകുന്നവർക്ക് അങ്ങനെ പോകാം. പക്ഷെ അതുപോലെ നമുക്ക് ഫുൾ ഫ്രീ ആണ്, നമുക്ക് ഡിസൈഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഫുള്ളി ആയിട്ട് എങ്ങനെ വേണമെങ്കിലും പോകാനുള്ള ഒരു ഓപ്ഷൻ ഈ ഒരു യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് ഡിസൈഡ് ഏത് വഴിക്ക് പോകണം എന്നുള്ളത്. പിന്നെ ഹോസ്റ്റൽസ് കാര്യം പറയുകയാണെങ്കിൽ ഒരു 15 ബോയ്സ് ഹോസ്റ്റൽ ഉണ്ട് ഇവിടെ. ഒരു 9 ഗേൾസ് ഹോസ്റ്റൽ പറയുന്ന ഒരു വിശാലമായ ക്യാമ്പസാണ്. അത്ര ഹോസ്റ്റൽസ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത്യാവശ്യം എല്ലാവർക്കും ഇങ്ങനെ ഹോസ്റ്റൽസ് കിട്ടാറുണ്ട്. ഹോസ്റ്റൽസ് വാർഡൻസ് ഹോസ്റ്റൽസ് ആണെങ്കിൽ നമ്മൾ ഫുൾ ഫ്രീ ആണ്. ഇവിടെ വാർഡൻസ് ഒന്നും ഇല്ല. PG സ്റ്റുഡൻസ് നോർമലി ഒരു റൂമിൽ 3 പേര് വെച്ചാണ് വരുന്നത്. അപ്പോൾ വാർഡൻസോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല. എപ്പോൾ വേണമെങ്കിലും 24 hours യു ആർ ഫ്രീ ടു വാട്ട് എവർ. നമുക്ക് മെസ്സ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ബോയ്സിന് 2 മെസ്സും ഗേൾസിന് 1 മെസ്സുമാണ് ഇവിടെ ഉള്ളത്. അപ്പോ മെസ്സ് ഫുഡ് 74 rupees പെർ ഡേ റേറ്റിലാണ് മെസ് ഫുഡ് വരുന്നത്. മെസ് ഫുഡ് അത്ര നല്ലതാണെന്ന് ഞാൻ പറയുന്നില്ല, കൈൻഡ് ഓഫ് ഓക്കെ. ബട്ട് അത്ര ഒരു സൂപ്പർബായിട്ടുള്ള മെനു ഒന്നും അല്ല. ബട്ട് ആ ഒരു റേറ്റിൽ ഇറ്റ്സ് കൈൻഡ് ഓഫ് അഡ്ജസ്റ്റബിൾ. ഈവൻ പുറത്താണെങ്കിലും നമുക്ക് ഇഷ്ടംപോലെ മല്ലു ഹോട്ടൽസ് ഉണ്ട്. വൺ ഓഫ് ദ ഗുഡ് തിങ്സ് ഇൻ ഹിയർ. അതായത് ഇത്രയും മലയാളീസ് ഉള്ളതുകൊണ്ട് തന്നെ ഇവിടെ ഇഷ്ടംപോലെ നമ്മുടെ യൂണിവേഴ്സിറ്റിയുടെ പുറത്ത് ഗേറ്റിലേക്ക് അടുത്ത് തന്നെ ഇഷ്ടംപോലെ മലയാളി ഹോട്ടൽസ് വർക്കിംഗ് ഉണ്ട്. അപ്പോ അങ്ങനെ ഒരു ഫുഡിന്റെ ഇഷ്യൂ ഒന്നും വരുന്നില്ല ആർക്കും. ഈവൻ ഹോസ്റ്റൽസിലെ ഫുഡ് അത്ര ഗുഡ് അല്ലെങ്കിലും പുറത്ത് നമുക്ക് ഇഷ്ടംപോലെ നല്ല ഫുഡ് കിട്ടുന്നുണ്ട്. സോ ഇറ്റ് കൈൻഡ് ഓഫ് മേക്കപ്പ് ആണ്. പിന്നെ നമ്മുടെ യൂണിവേഴ്സിറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ ഡിഫറെന്റ്ലി ഏബിൾഡ് ഫ്രണ്ട്ലി ആയിട്ട് യൂണിവേഴ്സിറ്റിയാണ്. നമുക്ക് അത് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇവിടെ വന്നു കഴിഞ്ഞാൽ മിക്ക ഹോസ്റ്റൽസ് ആണെങ്കിലും അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റ്സ് ഒക്കെ ആണെങ്കിലും ഡിഫറെന്റ്ലി ഏബിൾഡിന് കൂടുതൽ അക്സെപ്റ്റൻസ് കിട്ടുന്ന രീതിയിലാണ് അതെല്ലാം ഡിസൈൻ ചെയ്തേക്കുന്നതൊക്കെ. ഞാൻ ഇന്റർനാഷണൽ സ്റ്റുഡൻസിന്റെ കാര്യം പറഞ്ഞു. ഇവിടെ ഇന്റർനാഷണൽസിന് വേണ്ടി തന്നെ ഒരു പ്രത്യേക വിങ് ഉണ്ട്. സോ ഇഷ്ടംപോലെ പേര് നൈജീരിയന്നും ആഫ്രിക്കയിൽ നിന്നും ഒക്കെ വരുന്ന ആഫ്രിക്കൻ കൺട്രീസിൽ നിന്നൊക്കെ ഇഷ്ടംപോലെ പേര് ഇവിടെ ഒന്നും പഠിക്കുന്നുണ്ട്, ശ്രീലങ്കയിൽ നിന്നും ഒക്കെ. സോ അതുപോലെ തന്നെ സ്റ്റുഡന്റ് എക്സ്ചേഞ്ച് പ്രോഗ്രാംസ് ഉണ്ട്. ഇന്നിപ്പോ MBA ഒക്കെയാണ് നോക്കുന്നതെങ്കിൽ സീൽ എന്ന് പറഞ്ഞൊരു കോഴ്സിനെ പറ്റി കേട്ടതാണ്. അതൊക്കെ സ്റ്റുഡന്റ് എക്സ്ചേഞ്ച് ആയിട്ട് MOU ഉള്ള കോഴ്സുകളാണ്. അതായത് ഇപ്പൊ MBAയില് ഓരോ സെമ്മിലും ചിലപ്പോൾ ജർമ്മനിയൊക്കെ ആയിട്ട് പോകുന്നവർ, ജർമ്മനിയിൽ ഒരു സെം അറ്റൻഡ് ചെയ്യുന്നവരൊക്കെ ഉണ്ട്. ഇവിടെ ഈ വർഷം 2 പേര് പോയിട്ടില്ലായിരുന്നു, കഴിഞ്ഞ സെമ്മിൽ 2 പേര് പോയിട്ടില്ലായിരുന്നു. അതുപോലെ സീൽ എന്ന കോഴ്സ് ഉണ്ട്, ആ സോഷ്യൽ എക്കണോമിക് അഡ്മിനിസ്ട്രേഷൻ. സോ അതില് ഫ്രാൻസ് ആയിട്ട് MOU ഉള്ളതാണ്. അപ്പൊ ഇവിടുന്ന് ഫ്രാൻസിലേക്കൊക്കെ സെമസ്റ്റർ എക്സ്ചേഞ്ചിനായിട്ട് പോകും. അവിടെ നിന്ന് ഇങ്ങോട്ടും സ്റ്റുഡൻസ് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ സ്റ്റുഡന്റ് എക്സ്ചേഞ്ചിനും അവസരമുള്ള ഒരു സ്ഥലമാണ്. പിന്നെ എക്സാം പാറ്റേണിനെ പറ്റി പറയുകയാണെങ്കിൽ മെയിൻലി നമുക്ക് ഹാർഡ് കോർ സോഫ്റ്റ് കോർ എന്ന ഒരു സിസ്റ്റത്തിലാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. ക്രെഡിറ്റ് ബേസ്ഡ് ആണ്, CBSE സിസ്റ്റം ആണ്. ഹാർഡ് കോർ എല്ലാ കോഴ്സിനും ഹാർഡ് കോഴ്സ് ഉണ്ടാവും. ലൈക്ക് നമുക്ക് മാൻഡേറ്റ് എടുക്കേണ്ട കോഴ്സ് ഉണ്ട്. സോഫ്റ്റ് കോർ എന്ന് പറഞ്ഞാൽ നമുക്ക് എലക്റ്റീവ് ആയിട്ടുള്ള കോഴ്സുകൾ ഉണ്ടാവും. അപ്പോൾ ഹാർഡ് കോഴ്സ് നമ്മുടെ ഡിപ്പാർട്ട്മെന്റ്സിൽ തന്നെ ആയിരിക്കും, റെസ്പെക്റ്റീവ് ഡിപ്പാർട്ട്മെന്റ്സിൽ തന്നെ ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. സോഫ്റ്റ് കോഴ്സ് നമുക്ക് വി ആർ ഫ്രീ ടു ചൂസ് എനിവേർ ഫ്രം ദ ഡിപ്പാർട്ട്മെന്റ്. ഏത് നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ ഇഷ്ടംപോലെ 10, 20, 15 അടുത്ത് സ്കൂൾസ് ഉണ്ട്. അതിലൊക്കെ ഓരോ സ്കൂൾസിലും പല ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട്. അപ്പോൾ ആ ഡിപ്പാർട്ട്മെന്റ്സ് ഏത് വേണമെങ്കിലും നമ്മുടെ ടൈമിംഗ് അനുസരിച്ച് നമുക്ക് ഫ്രീ ആയിട്ടുള്ള ടൈമിംഗിൽ നമുക്ക് അവിടുത്തെ സോഫ്റ്റ് കോർ എലക്റ്റീവ് ആയിട്ടുള്ള പേപ്പേഴ്സ് ചൂസ് ചെയ്യാം. അതിനൊരു റെസ്ട്രിക്ഷൻസ് ഇല്ല. അപ്പൊ നമുക്ക് ഇത്ര ക്രെഡിറ്റ് തികയ്ക്കണമെന്നേ ഉള്ളൂ. ഹാർഡ് കോർ ഇത്ര ക്രെഡിറ്റ്, സോഫ്റ്റ് കോർ ഇത്ര ക്രെഡിറ്റ് നമ്മൾ ബൈ ദ എൻഡ് ഓഫ് ദ കരിക്കുലം നമ്മൾ തികയ്ക്കണം. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ഒരു സെമിസ്റ്ററിൽ ഇപ്പോൾ ഇന്ന എത്ര എണ്ണം എടുക്കണമെന്ന് പോലും ഇല്ല. ടോട്ടലി നിങ്ങളുടെ ഒരു
കോഴ്സിന് 2 വർഷത്തെ PG കോഴ്സ് ആണെങ്കിൽ 2 വർഷത്തിൽ ഇത്ര ക്രെഡിറ്റ് നിങ്ങൾ തികയ്ക്കണമെന്നുണ്ട് സോഫ്റ്റ്വെയർ. അത് ആ ഒരു 4 സെമ്മിൽ നിങ്ങൾക്ക് ഇഷ്ടം പോലെ എഴുതാം. എങ്ങനെയാന്ന് വെച്ചാൽ നിങ്ങളുടെ ടൈമിങ്ങിന് അഡ്ജസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് എടുക്കാം. ഏത് ഡിപ്പാർട്ട്മെന്റിൽ നിന്നും എടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള ഡിപ്പാർട്ട്മെന്റ്സ് നമുക്കിപ്പോ ഇവിടെ ഡ്രാമ പോലത്തെ പെർഫോമിംഗ് ആർട്സ് ഒക്കെ ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടെ ആർട്ടിസ്റ്റിക് ആണെങ്കിൽ ആ രീതിയിൽ പോവാം. നിങ്ങളുടെ സബ്ജക്ട് ഓറിയന്റഡ് ആണ് അങ്ങനെ പോവാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു സബ്ജക്റ്റിൽ ഡിഫറെന്റ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ പഠിക്കണമെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ പോവാം. Like, എങ്ങനെ വേണമെങ്കിലും സോഫ്റ്റ്വെയർ എടുക്കാനുള്ള ഒരു ഓപ്ഷൻസ് അത് ഭയങ്കര ബ്യൂട്ടിഫുൾ സ്ട്രക്ചർ ആണ് ഇവിടെ. അതുപോലെ തന്നെ നമ്മുടെ എക്സാമില് ഒരു സെമസ്റ്ററിൽ 2 ഇന്റേണൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ സ്വയം എടുക്കാം നമുക്ക്. സ്വയം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. നമ്മുടെ നാഷണൽ ഗവൺമെന്റിന്റെ ഓൺലൈൻ കോഴ്സസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഓൺലൈൻ എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോമാണ് NPTEL വരുന്നത്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഈ പറഞ്ഞ സോഫ്റ്റ്വെയറിന്റെ കാര്യം പറഞ്ഞില്ലേ, ഈ സോഫ്റ്റ്വെയർ ക്രെഡിറ്റ് നമുക്ക് ഇതിൽ ഡിപ്പാർട്ട്മെന്റ്സിൽ നിന്ന് നേരിട്ട് പോയി എടുക്കുക, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഓൺലൈനായിട്ട് സ്വയത്തിൽ നിന്നോ NPTEL നിന്നൊക്കെ എടുത്താലും നമുക്ക് ആക്ച്വലി ക്രെഡിറ്റ് നമ്മുടെ ഇതിലേക്ക് ട്രാൻസ്ഫർ ആവും. അപ്പോൾ ഈവൻ നമുക്ക് സ്വയത്തിൽ നിന്നൊക്കെ എടുത്തു കഴിഞ്ഞാൽ ക്ലാസ്സിൽ പോകാനുള്ള നമുക്ക് റൂമിൽ നിന്ന് തന്നെ നമുക്ക് സെൽഫ് ബേസ്ഡ് ആണല്ലോ സ്വയം കോഴ്സസ് ഒക്കെ. അപ്പോൾ നമുക്ക് നമ്മുടെ ഫ്രീ ടൈമിൽ അത് ചെയ്തിട്ട് എക്സാം അത് അറ്റൻഡ് ചെയ്യണം. അത് നമുക്ക് ഇവിടെ തന്നെ എക്സാം സെന്റേഴ്സ് ഓഫ്ലൈനായിട്ട് വരും. അപ്പൊ അവിടെ പോയി എക്സാം അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് പാസ്സായി കഴിഞ്ഞാൽ അതിന് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ ആ ക്രെഡിറ്റ് നമുക്ക് ട്രാൻസ്ഫർ ആവും. അങ്ങനത്തെ ഒരു ഓപ്ഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ ഇന്റഗ്രേറ്റഡ്, നിങ്ങൾ PGക്ക് ആയിരിക്കും നോക്കുന്നത്. ഇവിടെ ഓൾറെഡി ഇന്റഗ്രേറ്റഡിന് NEP നിങ്ങൾ കേട്ടിട്ടുണ്ടാവും വിശ്വസിക്കുന്നു, നാഷണൽ ന്യൂ എഡ്യൂക്കേഷൻ പോളിസി. അപ്പോ ആ NEP ആക്ച്വലി ഈ വർഷം തൊട്ട് ഇംപ്ലിമെന്റ് ചെയ്ത് തുടങ്ങി. അത് PG അല്ല, ഡിഗ്രിക്കാർക്കാണ് തുടങ്ങിയേക്കുന്നത്. അപ്പോൾ അതിന്റെ ഒരു ഡിഫറൻസ് PGയിലും ടീച്ചേഴ്സ് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഐ മീൻ അവരെടുക്കുന്ന പാറ്റേണിലൊക്കെ ആണെങ്കിലും ഈ വർഷം തൊട്ട് ഉള്ള ഇന്റഗ്രേറ്റഡ് കോഴ്സുകളൊക്കെ NEP മോഡലിലാണ്, NEP പാറ്റേണിലാണ് അനുശാസിക്കുന്ന പോലെയാണ് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റിയുടെ ബാക്കി കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ലൈക്ക് ഇവിടുത്തെ ഫെസിലിറ്റീസിനെ പറ്റി പറയുകയാണെങ്കിൽ ഈവൻ ഹോസ്റ്റൽസിന്റെയും മെസ്സിന്റെ കാര്യം പറഞ്ഞു. അതുപോലെ തന്നെ സ്പോർട്സ് ഇവിടെ ഇഷ്ടംപോലെ സ്റ്റേഡിയംസ് നമുക്കുണ്ട്. ലൈക്ക് ക്രിക്കറ്റ് സ്റ്റേഡിയം തന്നെ 3-4 സ്റ്റേഡിയംസ് ഉണ്ട്. ഫുട്ബോൾ ഉണ്ട്, ബാസ്കറ്റ്ബോൾ, വോളിബോൾ, ബാഡ്മിന്റൺ ഇൻഡോർ സ്റ്റേഡിയം ഉണ്ട്. ലൈക്ക് നമുക്ക് ഈവൻ നമ്മുടെ ഈവനിങ്സിലും ലെഷർ ടൈമിലൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് പോയി കളിക്കാനും ഇതിൽ ഭയങ്കര വാസ്റ്റ് ആയിട്ടുള്ള സ്റ്റേഡിയംസ് ആണ് ഇവിടെ ഉള്ളത്. നമുക്ക് ഇഷ്ടംപോലെ ആൾക്കാർക്ക് ഫ്രീ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി കളിക്കാനാണെങ്കിലും ഈവനിങ്സിലും നൈറ്റിലും രാവിലെയും ഒക്കെ നമ്മൾ ഗ്രൗണ്ട് ഫ്രീ ആകുന്ന പോലെ നമുക്ക് ഇഷ്ടംപോലെ പോയി കളിക്കാൻ ഒരു സിസ്റ്റം ഉണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ജിംസ്, മെന്നിനും ലേഡീസിനും സെപ്പറേറ്റ് ജിമ്മുണ്ട്. ഇവിടെ ബാങ്കും പോസ്റ്റ് ഓഫീസും ഓൾറെഡി ക്യാമ്പസിന്റെ അകത്തുണ്ട്. ഇന്ത്യൻ ബാങ്ക് ആൻഡ് പോസ്റ്റ് ഓഫീസും ഉണ്ട്. അതുപോലെ തന്നെ ATM പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് യൂണിവേഴ്സിറ്റിക്ക് അകത്ത് തന്നെ. അതുപോലെ നമുക്ക് ഞാൻ പറഞ്ഞില്ല, ഒരു 800 ഏക്കേഴ്സ് വാസ്റ്റ് ആയിട്ടുള്ള ഒരു ക്യാമ്പസ്, 800 ഏക്കേഴ്സ് പരന്നു നടക്കുന്ന ഒരു ക്യാമ്പസാണ്. സയൻസ്, ഏകദേശം സയൻസ് എല്ലാം കൂടെ ഒരു ഏകദേശം സയൻസ് ബ്ലോക്ക് പോലെ അടുത്തകളാണ്. അതുപോലെ തന്നെ കൊമേഴ്സ്, ആർട്സ് അല്ല, MBA, കൊമേഴ്സ്, എക്കണോമിക്സ് ഒക്കെ കൂടെ ഒരു പർട്ടിക്കുലർ ഏരിയ ആണ്. ഇതിൽ നിന്ന് രണ്ടിന്ന് കുറച്ച് അങ്ങോട്ട് മാറിയാണ് SJ എന്ന് പറഞ്ഞാൽ നമുക്കൊരു ക്യാമ്പസ് ഉണ്ട്, സിൽവർ ജൂബിലി. അത് കമ്പാരിറ്റീവ്ലി ഒരു ന്യൂ ക്യാമ്പസാണ്. ഇനി ഇതെല്ലാം ഒരു ക്യാമ്പസിൽ തന്നെയാണ്. കമ്പാരിറ്റീവ്ലി കുറച്ച് ഡിസ്റ്റൻസ് ഉള്ള ഒരു സ്ഥലങ്ങൾ. അവിടെയാണ് ആർട്സ് കോഴ്സസ് ഒക്കെ വരുന്നത്. ഹ്യൂമാനിറ്റീസ്, സോഷ്യൽ സയൻസ്, ലാംഗ്വേജ് മുതലായ കോഴ്സസ് ഒക്കെ വരുന്നതും ആ ഒരു സ്ഥലത്താണ്. ഇച്ചിരി ഡിസ്റ്റൻസ് ഉണ്ട്. അപ്പൊ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇൻസൈഡ് ബസ് ഷട്ടിൽ സർവീസ് ഉണ്ട്, ഫ്രീ ആയിട്ടുള്ള ബസ് സർവീസ് ഉണ്ട്. അപ്പോൾ വർക്കിംഗ് അവേഴ്സിൽ കോളേജിലൊക്കെ പോകാനാണെങ്കിലും ഉച്ചയ്ക്ക് ക്യാൻറ്റീനിൽ വന്നായിരിക്കും നമ്മൾ കഴിക്കുക. അപ്പോൾ മെസ്സിൽ വന്ന് അപ്പൊ നമുക്ക് തിരിച്ച് മെസ്സിൽ വന്ന് കഴിച്ചിട്ട് പോകാനും, അല്ലെങ്കിൽ ഹോസ്റ്റൽസിൽ നിന്ന് കോളേജസിലെ ഐ മീൻ ഡിപ്പാർട്ട്മെന്റ്സിലേക്കൊക്കെ പോകാനും നമുക്ക് ബസ് സർവീസ് ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഇഷ്ടംപോലെ പേർക്ക് പേഴ്സണൽ വെഹിക്കിൾസും വണ്ടിയൊക്കെ നമ്മൾ ഇവിടെ വന്ന് വീലറൊക്കെ എടുക്കുന്നവരുണ്ട്, സൈക്കിൾ എടുക്കുന്നവരുണ്ട്, നടന്നു പോകുന്നവരുണ്ട്. ഭയങ്കര വാസ്റ്റ് ആയതുകൊണ്ട് ആൾക്കാർ പ്രിഫറബിൾ സ്വന്തം പബ്ലിക് ഈ പറഞ്ഞ ബസ് കിട്ടാത്തവർ മിക്കതും പ്രൈവറ്റ് വെഹിക്കിൾസ് എടുക്കുന്നവരുണ്ട്. കാരണം നടന്ന് മടുക്കുന്നവരുണ്ട്, നടന്നു പോകുന്നവരുണ്ട്. ബട്ട് ഇത്തിരി വാസ്റ്റ് ആയതുകൊണ്ട് ചിലപ്പോൾ നടന്ന് മടുക്കാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ റാഗിങ് ഫ്രീ ആണെന്നുള്ള വൺ ഓഫ് ഇമ്പോർട്ടന്റ് ഇതാണ് നമ്മുടെ ക്യാമ്പസിൽ. അങ്ങനെ റാഗിങ് അങ്ങനെ കാര്യം എസ്പെഷ്യലി PGക്ക് ഒട്ടും തന്നെ പേര് പോലും അങ്ങനെ ആരും റാഗിങ് ഒരു സിസ്റ്റത്തിലേക്ക് വരാറില്ല. ഭയങ്കര റാഗിങ് ഫ്രീ ആയിട്ടുള്ള ഒരു ക്യാമ്പസാണ്. പ്ലേസ്മെന്റ്സിന്റെ കാര്യം പറയുകയാണെങ്കിൽ കമ്പാരിറ്റീവ്ലി MBAക്കാണ് ഇവിടെ പ്ലേസ്മെന്റ് കൂടുതലുള്ളത്. യൂണിവേഴ്സിറ്റി പ്ലേസ്മെന്റ് ടീമിൽ നിന്ന് വരുന്നതൊക്കെ കൂടുതലും MBAക്കാണ്. പിന്നെ കോമൺ ആയിട്ട് എല്ലാവർക്കും അറ്റൻഡ് ചെയ്യാവുന്നതൊക്കെ ഉണ്ട്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഫെഡറൽ ബാങ്കിന്റെ വന്നിരുന്നു, അതുപോലെ ആലൻ കരിയർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്നിരുന്നു. അതൊക്കെ എല്ലാവർക്കും അറ്റൻഡ് ചെയ്യാൻ പറ്റിയതാണ്. പക്ഷെ
സ്പെസിഫിക്കലി വരുന്നത് കൂടുതൽ MBA-ക്കാണ്. അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റ് വൈസ് ഒന്നുവരുന്നുണ്ട്. ഇപ്പൊ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിന്റെ കാര്യം പറയുമ്പോൾ ഞാൻ പറയാം. ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിലായിട്ട് സ്പെസിഫിക്കലി വരുന്നവരൊക്കെ ഉണ്ട്. ബട്ട് ആസ് എ ജനറൽ കൂടുതലും MBA-ക്കാണ്. ബട്ട് ഗെറ്റിംഗ് ബെറ്റർ. പതുക്കെ പതുക്കെ പ്ലേസ്മെന്റ്സ് എല്ലാം കുറെ കൂടെ ആക്റ്റീവ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ടൈമാണ്. അന്നത്തെ അടുത്ത ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ സർട്ടിഫിക്കറ്റ് കോഴ്സസ് ഉണ്ട്. ലൈക്ക് നമ്മുടെ റെഗുലർ കോഴ്സസിന് പുറമെ നമുക്ക് എക്സ്ട്രാ എടുക്കാൻ പറ്റിയ സർട്ടിഫിക്കറ്റ് കോഴ്സസ് ഓരോ ഡിപ്പാർട്ട്മെന്റും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് കുറച്ച് നാളായിട്ട് സീസ് ആയിട്ടിരിക്കുകയായിരുന്നു. കോവിഡ് ഒക്കെ വന്നേ പിന്നെ അത് കാര്യമായിട്ട് അനങ്ങുന്നില്ലായിരുന്നു. ബട്ട് അടുത്ത അക്കാഡമിക് ഇയറോട്ട് പിന്നെ റീസ്റ്റാർട്ട് ചെയ്യുന്ന കേൾക്കുന്നുണ്ട്. അതുപോലെ തന്നെ അറ്റൻഡൻസ് നമുക്ക് 70% ആണ് ഇവിടെ അറ്റൻഡൻസ് വരുന്നത്. അത് ചില ഡിപ്പാർട്ട്മെന്റ്സിൽ മാൻഡേറ്ററി ആയിട്ട് നോക്കുന്നവരുണ്ട്, ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് നോക്കുന്നവരുണ്ട്. ബട്ട് ചില ഡിപ്പാർട്ട്മെന്റ് ഇത്ര സ്ട്രിക്റ്റ് അല്ല. കുറെ കൂടെ നമ്മൾ എടുക്കുന്ന കോഴ്സിൽ പേപ്പറിന്റെ പ്രൊഫസർ ആരാണോ അവരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ചിലർ സ്ട്രിക്റ്റ് ആയിരിക്കും, അപ്പോൾ കാര്യമായിട്ട് അറ്റൻഡൻസ് നോക്കുന്നവരുണ്ട്. ഈവൻ എക്സാം വരെ അറ്റൻഡൻസ് ഇല്ലാതെ എഴുതിപ്പിക്കാത്തവരുണ്ട്. ബട്ട് കാര്യമായിട്ട് അങ്ങനെ നോക്കാത്തവരുണ്ട്. ബട്ട് ഇവിടെ കണ്ടണേഷൻ ഫീ എന്നൊരു സെറ്റപ്പിൽ ഇപ്പൊ നാട്ടിലൊക്കെ പഠിക്കുന്നവരാണെങ്കിൽ നാട്ടിൽ യൂണിവേഴ്സിറ്റീസിലൊക്കെ ഈവൻ അറ്റൻഡൻസിൽ നമുക്ക് കുറച്ച് ഫീസ് എക്സ്ട്രാ കൊടുത്തിട്ട് കണ്ടണേഷൻ ഫീ കൊടുത്തിട്ട് എക്സാം എഴുതാം. ബട്ട് ഇവിടെ അങ്ങനെ സ്ട്രക്ചർ ഇല്ല. അപ്പൊ അറ്റൻഡൻസ് ഇല്ലെങ്കിൽ ഈവൻ പ്രൊഫസർ ഷിഫ്റ്റ് ആണെങ്കിൽ നമ്മൾ പറ്റും. ലൈക്ക് നമുക്ക് എക്സാം പോലും എഴുതാൻ പറ്റില്ല. അങ്ങനെ എഴുതാൻ പറ്റാതെ പോയൊരു ആൾക്കാരുണ്ട്. അതും കൂട്ടി പറയാണ്. പിന്നെ പറയാനുള്ള ഒരു കാര്യം, നമ്മുടെ ഈ സോഫ്റ്റ് കോറിന്റെ കാര്യം പറഞ്ഞു. നമുക്ക് ഭയങ്കര എലക്റ്റീവായിട്ട് പോയി എടുക്കാം. അപ്പൊ നമുക്ക് നമുക്ക് നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ തന്നെ ആയിരിക്കും നമ്മൾ ഇരിക്കുന്നത്. ഹാർഡ് കോർ ബേസിക്കലി നമ്മുടെ ഡിപ്പാർട്ട്മെന്റിന്റെ ബിൽഡിംഗ്സിൽ തന്നെ ആയിരിക്കും. ബട്ട് സോഫ്റ്റ് കോർ പല ഡിപ്പാർട്ട്മെന്റിലായതുകൊണ്ട് നമുക്ക് ഈവൻ ക്ലാസ്സുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിരിക്കും. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകേണ്ടി വരും. ഈവൻ നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ തന്നെ ഒരു പർട്ടിക്കുലർ ക്ലാസ്സിലൊന്നും ആയിരിക്കില്ല നിങ്ങൾ ഇരിക്കുക. ഓരോ പ്രൊഫസേഴ്സ് മാറുന്നതനുസരിച്ച് നിങ്ങൾ ചിലപ്പോൾ ക്ലാസ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയൊക്കെ ആയിരിക്കും ഇരിക്കുന്നത്. ഇറ്റ്സ് കൈൻഡ് ഓഫ് ഗുഡ്. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒരു പഠനത്തിൽ തന്നെ ഇരുന്ന് ഉഷിയുന്ന ഒരു സംഭവം ഒന്നും വരില്ല. യൂണിവേഴ്സിറ്റി പഠിക്കുമ്പോൾ പ്രൊവൈഡ് ചെയ്യുന്ന അങ്ങനത്തെ ഗുണങ്ങളാണ് അതൊക്കെ. പിന്നെ നമുക്ക് ഇപ്പം ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റി ആണ്, ഇഷ്ടംപോലെ പേര് വരുന്നുണ്ട്. നമുക്ക് കൾച്ചറലി പറഞ്ഞ പോലെ ഒരു കൾച്ചറൽ എക്സ്ചേഞ്ച് ഒക്കെ നടക്കുന്നു പറഞ്ഞില്ലേ. ഈവൻ ദോ മല്ലൂസാണ് കൂടുതലെങ്കിലും എല്ലായിടത്തു നിന്ന് വരുന്ന ആൾക്കാരുള്ളതുകൊണ്ട് തന്നെ നമ്മുടെ എന്താ പറയാ ഒരു ഐഡന്റിറ്റി ആണെങ്കിലും നമുക്ക് ആൾക്കാരായിട്ടൊക്കെ ലിങ്ക് ചെയ്യാനാണെങ്കിലും ഭയങ്കര ഒരു വാസ്റ്റ് ഒരു ഓപ്പർച്യൂണിറ്റിയാണ്, ഒരു എക്സ്പോസർ ആണ് നിങ്ങൾക്ക് കിട്ടുക. ലൈക്ക് കൾച്ചറൽ പ്രോഗ്രാംസ് ഒക്കെ ഇവിടെ മെയിൻലി ഓണവും പൊങ്കലാണ് ഇവിടെ. ഉഗാദി ഒക്കെ നടക്കാറുണ്ട്. തെലങ്കാന ഉഗാദി, അതുപോലെ തന്നെ തമിഴ്നാട്ടിലെ പൊങ്കൽ. ഈവൻ ഇപ്പൊ പൊങ്കൽ സെലിബ്രേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അടുത്ത ഗെയിംസും കാര്യങ്ങളൊക്കെ അടുത്ത ആഴ്ച അതിന്റെ സെലിബ്രേഷൻ ആണ് ഇവിടെ. അപ്പൊ അതിന്റെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ലൈക്ക് ഓണം ഭയങ്കര കാര്യമായിട്ട് ആഘോഷിക്കാറുണ്ട്. മല്ലൂസായി കൂടുതലുണ്ട്. അപ്പോൾ അങ്ങനത്തെ മെയിൻ ഫെസ്റ്റിവൽസ് ഒക്കെ കുറെ കാര്യമായിട്ട് നമുക്ക് ആഘോഷിക്കാം. പല നാട്ടിലെ ഓരോ ഫെസ്റ്റിവൽസിനെ പറ്റിയൊക്കെ അറിയാം, നമ്മൾ കേൾക്കാത്തത്. അതൊക്കെ എങ്ങനെ ആഘോഷിക്കുന്നതെന്ന് അറിയാം. ആ ഒരു കൾച്ചറൽ എക്സ്ചേഞ്ച് എക്സ്പോസർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊരു ആ ഒരു നാട്ടിൽ നിന്ന് പഠിക്കുന്നതിനേക്കാൾ ഒരു യൂണിവേഴ്സിറ്റി നിന്ന് പഠിക്കുമ്പോൾ അതിന്റെ ഡിഫറൻസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. പിന്നെ ഡിപ്പാർട്ട്മെന്റ്സിനെ പറ്റി പറയുകയാണെങ്കിൽ കമ്പാരിറ്റീവ്ലി സയൻസ് ഡിപ്പാർട്ട്മെന്റ്സ് ആണ് ഇവിടെ ബെറ്റർ. സയൻസ് അതുപോലെ തന്നെ MSW അത്യാവശ്യം നല്ല ഡിപ്പാർട്ട്മെന്റ് ആണ്. എല്ലാം അത്യാവശ്യം ടൈറ്റ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ആണ്. പിന്നെ MBA ഒക്കെ ആണെങ്കിലും അത്യാവശ്യം ബെറ്റർ ആണ്. സോ കമ്പാരിറ്റീവ്ലി ഇതാണ് ബെറ്റർ കോഴ്സസ്. ആർട്സ് കോഴ്സസ് ഇതിനോട് കമ്പയർ നോക്കുമ്പോൾ കുറച്ചൊരു കുറവാണ്. അത്ര ഒരു ബെറ്റർ ആയിട്ടുള്ള ഒരു സിസ്റ്റം അല്ല ഇവിടെ. ലൈക്ക് ആർട്സ് കോഴ്സ്, ഹ്യൂമാനിറ്റീസ് അല്ലെങ്കിൽ സോഷ്യൽ സയൻസ് കോഴ്സിനെ പറ്റി പറയുകയാണെങ്കിൽ ബട്ട് കമ്പാരിറ്റീവ്ലി കുഴപ്പമില്ല. ഗുഡ് ബട്ട് നോട്ട് ബെറ്റർ ആയിട്ട്. HCU ഇപ്പൊ സൗത്ത് ഇന്ത്യ നോക്കിക്കഴിഞ്ഞാൽ HCU ഒക്കെ കമ്പാരിറ്റീവ്ലി കുറച്ചും കൂടെ ഒരു ബെറ്റർ യൂണിവേഴ്സിറ്റി എന്ന് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ ഇപ്പോൾ പഞ്ചാബോ ലൈക്ക് ആ ഒരു റേഞ്ച് കാറ്റഗറി എടുക്കുവാണെങ്കിൽ HCU പഞ്ചാബ് കുറച്ചും കൂടെ ബെറ്റർ ആണ്. ലൈക്ക് HCU ഒക്കെ ആൾക്കാർ കുറച്ചും കൂടെ പ്രിഫർ ചെയ്യുന്നതാണ്. ഈ ഒരു സിറ്റുവേഷൻ ഒരു 3-4 വർഷം മുമ്പാണെങ്കിൽ പോളിറ്റീസ് വൺ ഓഫ് ദി ബെറ്റർ ആയിരുന്നു. ബട്ട് കുറച്ച് നാളായിട്ട് കുറച്ച് റാങ്കിങ്സ് ഒക്കെ അതൊക്കെ അക്കാഡമിക്കലി വീക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു കാര്യം. പിന്നെ ട്രാൻസ്പോർട്ടേഷൻ കാര്യം പറഞ്ഞിരിച്ചാൽ നമുക്ക് ബസ് സർവീസ് ഒക്കെ ഉണ്ട്. അല്ലെങ്കിൽ പിന്നെ നാട്ടിൽ പോകാനാണെങ്കിലും ഇവിടുന്ന് ട്രെയിൻ സർവീസസ് ഒക്കെ ഉണ്ട്. ലൈക്ക് സദേൺ പാർട്ടിലേക്ക് അങ്ങനെ ഡയറക്റ്റ് ഇല്ല. നോർത്തേൺ മലബാർ റീജിയനിലേക്കാണ് ഇവിടുന്ന് ഡയറക്റ്റ് ട്രെയിൻ ഉള്ളത്. ആഴ്ച 2 ദിവസം, തേഴ്സ്ഡേയ്സും സാറ്റർഡേയ്സും ആണ് ഇവിടുന്ന് അങ്ങോട്ട്. അവിടുന്ന് ഇങ്ങോട്ട് ഫ്രൈഡേ ആൻഡ് സൺഡേസ് സദേൺ, അതായത് മാംഗ്ലൂരിൽ നിന്ന് പോണ്ടി ഉള്ള ട്രെയിനാണ്. അപ്പോൾ സദേണിലുള്ളവര് ഒന്നില്ലെങ്കിൽ ആ ട്രെയിനാണ് പോവാറ്. എന്നിട്ട് പാലക്കാടൊക്കെ ഇറങ്ങിയിട്ടാണ് സദേൺ പാർട്ടിലേക്ക് പോവാറ്. അല്ലെങ്കിൽ ഇവിടുന്ന് വില്ലുപുരം എന്ന് പറഞ്ഞൊരു ജംഗ്ഷൻ അടുത്തുണ്ട്, ഒരു 1 hour ബസ് ഡ്രൈവ് ആണ്. അപ്പൊ അവിടെ നിന്നാണെങ്കിൽ ട്രിവാൻഡ്രം, കൊല്ലത്തേക്കൊക്കെ ട്രെയിൻ ഉണ്ട്. സോ ട്രെയിൻ ഓപ്ഷൻസ് അതാണ്. പിന്നെ ഇവിടുത്തെ SETC എന്ന് പറഞ്ഞ് തമിഴ്നാടിന്റെ ട്രാൻസ്പോർട്ട്
കോർപ്പറേഷന്റെ വണ്ടിയുണ്ട്. സോ അത് ട്രിവാൻഡ്രം, എറണാകുളം ഒക്കെ ഉണ്ട്. അപ്പൊ അതും യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോ ലൈക്ക് ഞാനിപ്പോ ഇത്ര നേരം യൂണിവേഴ്സിറ്റിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. സോ ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ച് കുറച്ച് പറയാൻ വിചാരിക്കുന്നു. ഞാനിപ്പോ സ്റ്റാറ്റ് ആണ് പഠിക്കുന്നതെന്ന് പറഞ്ഞു. ലൈക്ക് ഞാൻ UG മാത്സിലായിരുന്നു ചെയ്തത്. സോ മെയിൻലി സ്റ്റാറ്റ് എടുക്കുന്ന മാത്സും സ്റ്റാറ്റും UG പഠിച്ചവരാണ് മെയിൻലി സ്റ്റാറ്റിസ്റ്റിക്സിലേക്ക് വരുന്നത് കൂടുതലും. ലൈക്ക് ഞങ്ങളുടെ ഒരു ക്ലാസ് സ്ട്രെങ്ത്തിനെ പറ്റി പറയുകയാണെങ്കിൽ 85 സ്റ്റുഡൻസോളം ഉണ്ട്. അത്ര ഒരു ബിഗ് ആയിട്ടുള്ള ഒരു ക്ലാസ് റൂമാണ്. ഇപ്പൊ PG നാട്ടിലൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ കമ്പാരിറ്റീവ്ലി ഒരു 10, 15, 20 മാക്സിമം ആൾക്കാരുണ്ടാവുള്ളൂ. ഇവിടെ 85 ആൾക്കാർ, ഡിഗ്രിക്ക് പോലും നാട്ടിലൊന്നും അത്ര ആൾക്കാർ വരില്ല. അപ്പോ അത്ര ഒരു സ്ട്രെങ്ത് ഉള്ള ഒരു ക്ലാസ് ആണ്. ലൈക്ക് ഇവിടെ ഈ പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി ഏകദേശം എല്ലാ കോഴ്സും തന്നെ ആ ഒരു സ്ട്രെങ്ത് ഉണ്ട്. ഈവൻ MBA-ക്കൊക്കെ 200ഓളം ആൾക്കാരുണ്ട്. സോ ഇന്ത്യയിൽ തന്നെ ഇത്രയും സ്ട്രെങ്ത് ഉള്ള PG കോഴ്സസ് ഉള്ള പ്രൊവൈഡ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റീസ് വളരെ ചുരുക്കമാണെന്ന് തോന്നുന്നു. അപ്പോ അതിന്റെ ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഭയങ്കര സ്ട്രെസ്ഡ് അല്ല. ലൈക്ക് നിങ്ങൾ ആരും ഫോഴ്സ് ചെയ്യണമെന്നില്ല കാര്യമായിട്ടും, അങ്ങനെ കമ്പൽ ചെയ്ത് പഠിപ്പിക്കുകയൊന്നുമില്ല. അപ്പൊ നിങ്ങൾ കുറച്ചും കൂടെ ഫ്രീ ആവുന്നുള്ളതാണ്. അതെല്ലാ കോഴ്സസിലും ഉണ്ട്. അത് നിങ്ങൾക്ക് അത്രയും ഒരു കമ്പൽ, നിങ്ങൾക്ക് ക്ലാസ്സിൽ വരുന്ന കാര്യത്തിലൊക്കെ ആണെങ്കിലും അല്ലെങ്കിൽ നിങ്ങളുടെ നോട്ട് ചെയ്യുന്ന കാര്യത്തിലൊക്കെയാണ് അത്ര ഒരു കമ്പൽഷൻ നിങ്ങൾക്ക് വരുന്നില്ല. അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഫ്രീ ആയിട്ട് ആ ഒരു സ്ഥാനത്തിൽ മൂവ് ചെയ്യാൻ പറ്റും, കോഴ്സ് ചെയ്യാൻ പറ്റും. അത് ആക്ച്വലി ഒരു പോസിറ്റീവ് സൈഡും ഉണ്ട്, അതിനൊരു നെഗറ്റീവ് സൈഡും ഉണ്ട്. അത് നിങ്ങൾക്ക് ഒരു പേഴ്സണൽ അറ്റൻഷൻ കിട്ടാത്തപ്പോൾ നിങ്ങൾ മാക്സിമം ഉഴപ്പാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. ലൈക്ക് നിങ്ങൾ ആരും ചോദിക്കില്ല, നിങ്ങളോട് ക്ലാസ് ചെയ്യുന്നൊന്നും ചോദിക്കില്ല, ക്ലാസ്സിനെ പറ്റി ആരും ഒന്നും പറയില്ല. വന്നതിരിക്കാൻ നിങ്ങളുടെ ഇഷ്ടം, പഠിക്കാതിരിക്കാൻ നിങ്ങളുടെ ഇഷ്ടം. ലൈക്ക് നിങ്ങൾക്ക് ഒരു പേഴ്സണൽ അറ്റൻഷൻ കിട്ടാൻ പോകുന്നില്ല. അപ്പൊ അതൊരു നെഗറ്റീവും പോസിറ്റീവ് സെൻസും ഉണ്ട്, അതിനൊപ്പം തന്നെ ഒരു നെഗറ്റീവ് സെൻസും ഉണ്ട്. നിങ്ങൾക്ക് അറ്റൻഷൻ കിട്ടാത്തപ്പോൾ നിങ്ങൾ മാക്സിമം ഉഴപ്പാൻ ചാൻസ് കൂടുതലാണ്. അതാണ് ഇവിടുത്തെ മെയിൻ വൺ ഓഫ് ദ തിങ്സ്. ലൈക്ക് പിന്നെ സ്റ്റാറ്റ് സബ്ജക്റ്റിനെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ പഠിക്കുന്ന പ്യുവർ സ്റ്റാറ്റിസ്റ്റിക്സ്, MSc സ്റ്റാറ്റിസ്റ്റിക്സ് പ്യുവർ സബ്ജക്റ്റ് ആണ്. അതല്ലാതെ ഈവൻ നിങ്ങൾക്ക് CUT വഴി ട്രൈ ചെയ്യാവുന്ന അപ്ലൈഡ് സ്റ്റാറ്റിസ്റ്റിക്സ് സബ്ജക്ട്സ് ഉണ്ട്. ഇപ്പൊ ബയോ സ്റ്റാറ്റിസ്റ്റിക്സോ അല്ലെങ്കിൽ ആക്ച്വറൽ സയൻസ്, ഡെമോഗ്രഫി, അങ്ങനത്തെ അപ്ലൈഡ് ആയിട്ടുള്ള കുറെ സബ്ജക്ട്സ് ഉണ്ട്. അപ്പോ അതൊക്കെ ഭയങ്കര നല്ലതാണ് ആക്ച്വലി. നിങ്ങൾക്ക് ജോബ് മാറിയിട്ട് പോകാനാണെങ്കിലും കുറച്ച് സ്പെസിഫൈഡ് ആയിട്ട് പോകാനാണെങ്കിലും ഒക്കെ അങ്ങനത്തെ അപ്ലൈഡ് സബ്ജക്ട്സ് എടുക്കുന്നതും നല്ലതാണ്. അപ്പൊ അതിനെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞിട്ട് ലൈക്ക് കുറച്ചും കൂടെ കാറ്റഗറി അല്ലെങ്കിൽ സബ്ജക്ട് ഓറിയന്റഡ് ആയിട്ട് പോകേണ്ടവർ, പ്യൂർ സബ്ജക്ട് റിസർച്ച് പോകേണ്ടവർ വരുന്നതായിരിക്കും നല്ലത്. കുറച്ചും കൂടെ അലൈഡ് ആയിട്ടുള്ള സബ്ജക്ട്സ്, അപ്ലൈഡ് ആയിട്ടുള്ള സബ്ജക്ട്സ് എടുക്കുന്നത് വളരെ നല്ലതാണ്. അപ്പൊ അതിനെ കുറിച്ചൊക്കെ ഒന്ന് തപ്പുക. അതുപോലെ തന്നെ സ്റ്റാറ്റിനെ പറ്റി പറയുമ്പോൾ CUT-നെക്കാളും നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് വൈസ് നോക്കുവാണെങ്കിൽ ISI, ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, അല്ലെങ്കിൽ IIT JAM ഒക്കെ എഴുതിയില്ലെങ്കിൽ അങ്ങനത്തെ മെയിൻ യൂണിവേഴ്സിറ്റീസ്. ISI ആണ് വൺ ഓഫ് ദ ടോപ്പ് ഇന്ത്യയിൽ പറയുകയാണെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്സ് സബ്ജക്ട് പറയുകയാണെങ്കിൽ. അപ്പോൾ മാക്സിമം അത് കിട്ടാനൊക്കെ നോക്കുന്നത് വളരെ നല്ലതായിരിക്കും. പിന്നെ IIT JAM ഒക്കെ എഴുതുമ്പോൾ ബെറ്റർ, CUT-നേക്കാളും ബെറ്റർ സെന്റേഴ്സിനേക്കാളും ബെറ്റർ യൂണിവേഴ്സിറ്റീസ് കിട്ടാൻ ഹെൽപ്ഫുൾ ആയിരിക്കും. എല്ലാവരും മെയിൻലി നോക്കുന്നത് ഡൽഹി, BHU, JNU പോലത്തെ കോളേജസിലാണ്. ഈവൻ കേരളയിലാണെങ്കിലും സ്റ്റാറ്റ് ബെറ്റർ ആയിരിക്കും. കുസാറ്റിലാണ് വൺ ഓഫ് ദ ബെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്സ് ഡിപ്പാർട്ട്മെന്റ് വരുന്നത്. പിന്നെ അത്യാവശ്യം നിർമ്മല, സെന്റ് തോമസ് ഒക്കെ അത്യാവശ്യം ബെറ്റർ കോളേജസ് ആണ് സബ്ജക്ട് വൈസ് നോക്കി കഴിഞ്ഞാൽ, ആ ഒരു സബ്ജക്ട് എടുത്തു കഴിഞ്ഞാൽ. പിന്നെ ഇവിടെ കോഴ്സിനെ പറ്റി പറയുകയാണെങ്കിൽ അത്യാവശ്യം പ്ലേസ്മെന്റ്സ് ഒക്കെ ഉണ്ട്. ഫ്രണ്ട്സിലേക്ക് വരുന്ന പ്ലേസ്മെന്റ്സും ഉണ്ട്. ഇപ്പൊ മെയിൻലി ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിൽ വരുന്ന മെയിൻലി ഫാർമ കമ്പനീസ് ആണ്. ലൈക്ക് ഞങ്ങളുടെ ഒരു പ്രൊഫസറിന് കുറച്ച് അങ്ങനത്തെ ഒരു റിലേറ്റഡ് കണക്ഷൻസ് ഉള്ളതുകൊണ്ട് കൂടുതലും വരുന്നത് ഫാർമ കമ്പനീസ് ആണ്. ബയോസ്റ്റാറ്റിസ്റ്റിക്സ് ക്ലിനിക്കൽ റിസർച്ച് ഒക്കെ റിലേറ്റ് കോമൺ പ്ലേസ്മെന്റ്സും വരാറുണ്ട്. സോ പ്ലേസ്മെന്റ്സിന്റെ കാര്യം പറഞ്ഞു. പിന്നെ പ്രൊഫസേഴ്സ് ഒക്കെ ആണെങ്കിലും അത്യാവശ്യം എല്ലാവരും ബെസ്റ്റ് ഒന്നുമല്ല, ബട്ട് നല്ല എക്സ്പീരിയൻസ്ഡ് ഉള്ള നല്ല നോളജബിൾ ആയിട്ടുള്ള പ്രൊഫസേഴ്സും ഉണ്ട്. അതുപോലെ തന്നെ ലൈക്ക് കമ്പാരിറ്റീവ്ലി നമുക്ക് ഇച്ചിരി ദേഷ്യം തോന്നുന്ന അല്ലെങ്കിൽ അങ്ങനത്തെ പ്രൊഫസേഴ്സ് ഉണ്ട്. സോ ഒരു മിക്സഡ് ബാച്ച് എന്ന് വേണമെങ്കിൽ പറയാം. പ്രൊഫസേഴ്സിന്റെ കാര്യത്തിൽ നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവരുണ്ട്, നല്ല ടാലന്റ് ആയിട്ടുള്ളവരുണ്ട്, അതുപോലെ തന്നെ ഇച്ചിരി ഓപ്പോസിറ്റ് ആയിട്ടുള്ളവരുണ്ട്. സോ കമ്പാരിറ്റീവ്ലി ഗുഡ്. ഡിപ്പാർട്ട്മെന്റ് ഭയങ്കര സൂപ്പർബാന്ന് ഞാൻ പറയുന്നില്ല. ഇവിടെ കുഴപ്പമില്ല. ഭയങ്കര ഒരു എക്സ്പെക്ടേഷനിൽ വരാൻ അത്രയും മാത്രമുള്ള ഡിപ്പാർട്ട്മെന്റ് അല്ല, ബട്ട് കൈൻഡ് ഓഫ് നിങ്ങൾക്ക് നല്ല രീതിയിൽ ക്യാമ്പസ് ഒക്കെ ലൈഫ് എൻജോയ് ചെയ്ത് അത്യാവശ്യം നല്ല രീതിയിൽ പോകാൻ പറ്റിയൊരു ഡിപ്പാർട്ട്മെന്റ്. അധികം സ്ട്രെസ് ഒന്നുമില്ല. എസ്പെഷ്യലി ഫോർത്ത് സെം ഇന്റേൺഷിപ്പിനായിട്ട് ഡെഡിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ലൈക്ക് നമുക്കിപ്പോ ഇന്റേൺഷിപ്പ് എവിടെയെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ ഫോർത്ത് സെം ഫുള്ളി, അതായത് ആ ഒരു കംപ്ലീറ്റ് സെം
നമുക്ക് ഇന്റേൺഷിപ്പിന് വേണ്ടി പോവാം. ജസ്റ്റ് 1 or 2 അല്ല, മിനിമം 4 months എങ്കിലും വേണമെന്നൊക്കെ ഉണ്ട്. അപ്പൊ ആ ഒരു സെം ഫുള്ള് നമുക്ക് ആ ഒരു ഇതിനു വേണ്ടി ആ സമയത്ത് നമുക്ക് കമ്പൽസറി ആയിട്ട് എടുക്കേണ്ട പേപ്പേഴ്സ് ഒന്നും ഇല്ല. ഞാൻ ഹാർഡ് കോർ സോഫ്റ്റ്വെയറിന്റെ കാര്യം പറഞ്ഞു. അപ്പോൾ നമുക്ക് ആ ഒരു സെം തീരുന്ന തേർഡ് സെം ആകുമ്പോൾ തന്നെ നമ്മുടെ മെയിൻ ഹാർഡ് കോർ ആയിട്ടുള്ള പേപ്പേഴ്സ് ഒക്കെ തീരും. നമ്മുടെ മെയിൻ പേപ്പേഴ്സ് ഒക്കെ തീരും. സോ പിന്നെ ഫോർത്ത് സെമ്മിൽ നമുക്ക് ഈ പറഞ്ഞ എലക്ടീവ് കുറച്ച് കോഴ്സസ് വരുന്നുള്ളൂ. അപ്പോൾ അതിനു മുമ്പ് തന്നെ ഹാർഡ് കോർ തീരുന്നതുകൊണ്ട് നമ്മൾ ഭയങ്കര ഫ്രീ ആണ്. ഫോർത്ത് സെം എന്ന് പറയുന്ന കമ്പാരിറ്റീവ്ലി ഭയങ്കര ഫ്രീ ആണ്. ഇന്റേൺഷിപ്പ് ആണ് നമുക്ക് കിട്ടുമെങ്കിൽ. എല്ലാ കിട്ടാത്തവർക്ക് ആ ഒരു ക്രെഡിറ്റ്, ഇന്റേൺഷിപ്പ് പോയി കഴിഞ്ഞാൽ ഇത്രയും ക്രെഡിറ്റ് നമുക്ക് കിട്ടും. സോഫ്റ്റ്വെയർ ക്രെഡിറ്റ്സ് ആണത്. നമുക്ക് എലക്റ്റീവ് ആയിട്ട് എടുക്കാൻ പറ്റിയ ഒരു സാധനമാണ്, കമ്പൽസറി അല്ല. അപ്പോ ആ ഒരു ക്രെഡിറ്റ് നമുക്ക് എത്രയാണോ നമുക്ക് ബാക്കി വേണ്ടത് അതങ്ങ് ആ ഒരു സോഫ്റ്റ്വെയർ നമുക്ക് എടുത്ത് തീർത്താൽ മതി. കൈൻഡ് ഓഫ് ഭയങ്കര ഫ്രീ ആയിട്ടൊരു സെമ്മാണ്. ബട്ട് അതിന്റെ ഒരു നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ഒരു ഇന്റേൺഷിപ്പ് കിട്ടാത്തവരെ സംബന്ധിച്ച് അല്ലെങ്കിൽ അതിന് പോകാത്തവരെ സംബന്ധിച്ച് നമുക്കൊരു പ്രൊജക്റ്റോ ഒരു ഡിസർട്ടേഷനോ ഒന്നും ഈ ഒരു PG സംഭവത്തിൽ നമുക്ക് കിട്ടുന്നില്ല, കമ്പൽസറി ആയിട്ട് കിട്ടുന്നില്ല. അതായത് നമുക്ക് ഇന്റേൺഷിപ്പിന് പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഇതെടുക്കാൻ പറ്റും. അതൊരു പ്രൊജക്റ്റ് ആയിട്ട് അതിന്റെ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യാൻ പറ്റും, നമുക്ക് ഒരു പ്രൊജക്ട് കിട്ടും. അല്ലെങ്കിൽ ഒരു മാൻഡേറ്ററി പ്രൊജക്റ്റോ ഡിസർട്ടേഷനോ ഈ ഒരു കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നില്ല. അപ്പോൾ അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ഓൺ ഇതിൽ ടീച്ചേഴ്സിന്റെ അടുത്ത് പോയിട്ട് പ്രൊജക്ട് ഒക്കെ ചെയ്യേണ്ടി വരും. ഒരു മാൻഡേറ്ററി ആയിട്ടുള്ള ഒരു സാധനമില്ല. അപ്പോൾ അതെടുക്കാത്തവരെ സംബന്ധിച്ച് നമ്മൾ PG കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ നമ്മുടെ പേരിൽ ഒരു PG ഒരു പ്രൊജക്റ്റോ ഡിസർട്ടേഷനോ ഉണ്ടാവില്ല. അങ്ങനെ ഒരു നെഗറ്റീവ് അതിനുണ്ട്. പിന്നെ ഒരു കാര്യം, സ്റ്റാറ്റിസ്റ്റിക്സിനെ പറ്റി പറയുകയാണെങ്കിൽ മെയിൻലി ഇത് കഴിഞ്ഞ് ഉള്ള പ്ലേസ്മെന്റ്സ് ആണെങ്കിലും ജോബ് ആണെങ്കിലും നിങ്ങൾ ഇൻഡസ്ട്രി ബേസ്ഡ് ആണ് പോകുന്നതെങ്കിൽ ഒരു ഡാറ്റ അനലിറ്റിക്സ്, ഡാറ്റ സയൻസ് റിലേറ്റഡ് ജോബ്സ് ആയിരിക്കും കൂടുതൽ വരിക. ഇവിടെ കൂടുതലും നമുക്കൊരു കുറച്ചും കൂടെ എന്താ പറയാ, ഒരു ക്ലിനിക്കൽ റിസർച്ച്, ബയോസ്റ്റാറ്റ് റിലേറ്റഡ് ഒരു പ്ലേസ്മെന്റ്സ് ഒക്കെ വരാറുണ്ട്. ബട്ട് കൂടുതലും സ്റ്റാറ്റിസ്റ്റിക്സ് റിലേറ്റഡ് ഡാറ്റ സയൻസോ ഡാറ്റ അനലിറ്റിക്സോ വരിക. അപ്പോ ഈ പറയുന്ന കോഴ്സസിനൊക്കെ ഇൻഡസ്ട്രി എക്സ്പെക്ട് ചെയ്യുന്ന വൺ ഓഫ് ദ മെയിൻ ഒരു സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് പൈത്തൺ ആണ്. ബട്ട് പൈത്തൺ നമുക്ക് മാൻഡേറ്ററി ആയിട്ട് ഇവിടെ ഒരു കോഴ്സ് സ്ട്രക്ചറിൽ ഇല്ലാത്തൊരു ഇതാണ്. സോ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് R എന്ന സോഫ്റ്റ്വെയർ ആണ് സ്റ്റാറ്റിസ്റ്റിക്സിന് വേണ്ടിയിട്ട്, സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് നടത്താൻ വേണ്ടിയിട്ട്. ബട്ട് ഇൻഡസ്ട്രി എക്സ്പെക്ട് ചെയ്യുന്ന ഒരു കോഴ്സ്, എല്ലായിടത്തും തന്നെ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു കോഴ്സ് പൈത്തൺ ആണ്. അപ്പോൾ നിങ്ങൾ ആ ഒരു ഇതിലാണ് വരുന്നതെങ്കിൽ ഒരു ഇൻഡിവിജ്വൽ ആയിട്ട് പൈത്തണും കൂടെ ഒന്ന് പഠിക്കാനുള്ള ഒരു ഇതൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ലൈക്ക് അതൊരു സെൽഫ് സ്റ്റഡി ആയിട്ടൊക്കെ പഠിച്ചു കഴിഞ്ഞാലായിരിക്കും ഒരു ബെറ്റർ നിങ്ങൾക്ക് ഒരു ജോബ് കിട്ടുക. പൈത്തൺ, SQL മുതലായ അല്ലെങ്കിൽ ടാബ്ലോ മുതലായ കാര്യങ്ങളൊക്കെ പഠിക്കുന്നത് നിങ്ങളൊരു പ്രൊഫഷണൽ ഗ്രോത്തിന് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. ബിക്കോസ് ഒരു ഡാറ്റ അനലിറ്റിക്സ്, ഡാറ്റ സയൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ എല്ലാവരും എക്സ്പെക്ട് ചെയ്യുന്ന ഒരു, എല്ലാ കമ്പനീസ് എക്സ്പെക്ട് ചെയ്യുന്ന ഒരു മിനിമം ക്രൈറ്റീരിയ അതൊക്കെയാണ്. അപ്പോൾ അതിവിടെ മാൻഡേറ്ററി പ്രൊവൈഡ് ചെയ്യുന്നില്ല. അപ്പൊ നിങ്ങൾ അത് തന്നെ പഠിക്കേണ്ടി വരും. പിന്നെ എനിക്ക് തോന്നുന്നു സ്റ്റാറ്റിസ്റ്റിക്സ് റിലേറ്റഡ് അത്രയൊക്കെ പറയാനുള്ളൂ. പിന്നെ CET എക്സാമിനെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാം അത്യാവശ്യം അറിയാമെന്ന് വിചാരിക്കുന്നു. ഓൾറെഡി അതിന്റെ രജിസ്ട്രേഷൻ ക്ലോസ് ആയിട്ട് എക്സാം ആണ്. അപ്പോൾ കാര്യമായിട്ട് എക്സാം പാറ്റേൺ ഒക്കെ വെച്ച് പഠിക്കുക, പ്രീവിയസ് ഇയർ ഒക്കെ നോക്കി പഠിക്കുക എന്നുള്ളതേ ഉള്ളൂ. കൂടുതലായിട്ട് അതിലൊന്നും പറയാനില്ലെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ ചോദിക്കാമോ? ഡൗട്ട്സ്, സ്റ്റുഡൻസിന് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചാറ്റ് ബോക്സിലോ അല്ലെങ്കിൽ മൈക്ക് ഓൺ ആക്കിയിട്ട് അങ്ങനെ ചോദിക്കാം കേട്ടോ. MSW കമ്പാരിറ്റീവ്ലി ഞാൻ ഇവിടത്തെയാണ്, ഐ മീൻ പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി പറയുകയാണെങ്കിൽ കമ്പാരിറ്റീവ്ലി ബെറ്റർ ഒരു ഇതാണ്. ഇവിടുത്തെ MSW അത്യാവശ്യം നല്ല രീതിയിൽ ടൈറ്റ് ഉള്ള ഒരു, എന്താ പറയാ, ആൾക്കാർ കൂടുതൽ നോക്കുന്ന ഒരു ഇതാണ്. കാരണം ഇവിടെ ഇഷ്ടംപോലെ ഫീൽഡ് ട്രിപ്സ് ആണ്, ഫീൽഡ് വിസിറ്റ്സ് ഒക്കെ ആണെങ്കിലും അതുപോലത്തെ തന്നെ കാര്യങ്ങളൊക്കെ ആണെങ്കിലും അത്യാവശ്യം കൂടുതലാണ്. ഈവൻ ഒരു വീക്കിൽ തന്നെ എനിക്ക് തോന്നുന്നു 3 ദിവസം എങ്ങാണ്ട് ക്ലാസ് ഉള്ളൂ. 2 days സംതിങ് എല്ലാ ആഴ്ചയിലും ഫീൽഡ് വിസിറ്റ്സ് ആണ്. അതിന്റെ റിപ്പോർട്ട്സ് ഒക്കെ ആയിട്ട്. അപ്പം അതിന്റെ റിപ്പോർട്ട്സ് ഒക്കെ എഴുതുന്നത് ഭയങ്കര ചടങ്ങായിരിക്കും ഇത്ര കൂടുതലായതുകൊണ്ട്. ബട്ട് കമ്പാരിറ്റീവ്ലി നമുക്ക് കിട്ടുന്ന എക്സ്പോഷർ ഭയങ്കര കൂടുതലാണ്. അതുപോലെ തന്നെ ഇന്റേൺഷിപ്സ് ഒക്കെ ആണെങ്കിലും ഇടയ്ക്ക് നമുക്ക് ഇന്റേൺഷിപ്സിന് പോവാം. സോ നമുക്ക് ബെറ്റർ ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഇവിടുത്തെ MSW. പ്ലേസ്മെന്റ്സ്, കോമൺ പ്ലേസ്മെന്റ്സ് വരുന്നതുണ്ട്. ഇപ്പോ ഈവൻ MBA കാര്യം പറഞ്ഞ MBAക്ക് വരുന്ന ഇപ്പൊ ഈവൻ HRs ഒക്കെ ആണെങ്കിലും HR ഡിപ്പാർട്ട്മെന്റ്സ് ഒക്കെ കൂടുതൽ MSW MBA ആണ് പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ അത്യാവശ്യം പ്ലേസ്മെന്റ്സ് ഉണ്ട്. കോഴ്സ് ഫീ സ്ട്രക്ചർ 23,000 ആണ് നമുക്ക് ഫസ്റ്റ് സെമ്മില് വരിക. 23,000 ഫസ്റ്റ് സെമ്മില് ഫീസ് വരും ടോട്ടലി എല്ലാം കൂടെ ചേർത്ത്. സെക്കൻഡ് സെമ്മില് ഒരു 2,000 3,000 സംതിങ് ഉള്ളൂ. തേർഡ് സെമ്മിൽ ഒരു 10,000 അടുത്ത് വരും. ഫോർത്ത് സെമ്മിലും 2,000 സംതിങ് ഉള്ളൂ. ഏകദേശം ഒരു 40,000 അടുത്ത് ടോട്ടലി വരും കോഴ്സ് ഫീ.
അതുകൂടാതെ മെസ് ഫീസ് വരും. മെസ് ഫീസ് കമ്പാരിറ്റീവ്ലി കുറവാണ്. ഇവിടുത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞു ഡെയിലി മെസ്സിന്റെ ഫീസ് 74 റുപ്പീസ് ആണ് പെർ ഡേ വരിക. ആ, പിന്നെ അക്കോമഡേഷന് കാര്യമായി റേറ്റ് ഒന്നും വരുന്നില്ല. ഞങ്ങൾക്കൊക്കെ ബോയ്സ് മെസ്സിന് അല്ല ബോയ്സ് അക്കോമഡേഷൻ ഹോസ്റ്റലിന് 900 പെർ ഇയർ 900 ഗേൾസിന് ഫ്രീ അക്കോമഡേഷനും ആണ്. പിന്നെ ഇനീഷ്യലി കുറച്ച് പോസ്റ്റുകൾ വരുന്നുള്ളൂ, അതായത് ഈ കോഷൻ ഡെപ്പോസിറ്റ് പോലത്തെ സാധനങ്ങൾ തുടക്കം വരും. അല്ലാതെ ഭയങ്കര കമ്പാരിറ്റീവ്ലി ഭയങ്കര കുറവാണ് അക്കോമഡേഷൻ ആൻഡ് മെസ്സ്. കോഴ്സ് അത്യാവശ്യം കമ്പാരിറ്റീവ്ലി സെൻട്രൽ യൂണിവേഴ്സിറ്റി നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് കൂടുതലാണ് ഇവിടെ. ഈ 48 വരുന്ന പറഞ്ഞാൽ കുറച്ച് കൂടുതലാണ്. MBA ക്ക് കുറച്ചും കൂടെ വരുന്ന എനിക്ക് തോന്നുന്നു. പൊളിറ്റിക്കൽ സയൻസ് ഡിപ്പാർട്ട്മെന്റ് ഞാൻ പറഞ്ഞ കമ്പാരിറ്റീവ്ലി സയൻസ് MBA MSW ഒക്കെ ആണ് ഇവിടെ ബെറ്റർ. ആർട്സ് കൈൻഡ് ഓഫ് ഓക്കെ ആണ്, ബട്ട് അത്ര സൂപ്പർബാന്ന് ഞാൻ പറയുന്നില്ല. ലൈക്ക് ഇഫ് യു ഗെറ്റ് ബെറ്റർ ബാക്കി യൂണിവേഴ്സിറ്റിയെ കുറിച്ച് അന്വേഷിക്കുക, അപ്പൊ ബെറ്റർ ആയിട്ടുള്ള സ്ഥലത്ത് പോവാം. പിന്നെ പറയാൻ വിട്ടുവരിക, നിങ്ങൾ ഒരു പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ നിങ്ങൾ എവിടെ പോകണമെങ്കിലും യൂണിവേഴ്സിറ്റിയുടെ പേര് മാത്രം വെച്ച് ഒരിക്കലും പോകരുത്. ലൈക്ക് നിങ്ങൾ ആ ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ചും കൂടെ അറിയണം. ഇപ്പൊ ഈവൻ ഒരു യൂണിവേഴ്സിറ്റിക്ക് നല്ല പേരുണ്ടെങ്കിലും ചിലപ്പോൾ ചില ഡിപ്പാർട്ട്മെന്റ്സ് അത്ര ബെറ്റർ ആയിരിക്കണമെന്നില്ല, അവിടുത്തെ പ്രൊഫസേഴ്സ് അല്ലെങ്കിൽ അവിടുത്തെ കോഴ്സ് ഒക്കെ ബെറ്റർ ആയിരിക്കണമെന്നില്ല. അപ്പൊ മാക്സിമം ആ ഡിപ്പാർട്ട്മെന്റിൽ ആരെങ്കിലും ഒരു കോൺടാക്ട് കിട്ടിയിട്ട് എങ്ങനെയെങ്കിലും ഇപ്പൊ നിങ്ങളുടെ ഫ്രണ്ട്സ് വഴിയോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്ട്രക്ചേഴ്സ് വഴിയോ യൂണിവേഴ്സിറ്റിയിൽ ആരെങ്കിലും അറിയാമെങ്കിൽ അവിടുത്തെ ആ പർട്ടിക്കുലർ കോഴ്സ് ഡിപ്പാർട്ട്മെന്റിലെയോ കോഴ്സ് പഠിക്കുന്ന ആരെങ്കിലും കോൺടാക്ട് തപ്പി അവരോടൊന്ന് ചോദിക്കുക. ഇപ്പൊ ആ കോഴ്സ് പഠിക്കുന്നവരോ ആ പഠിച്ചിറങ്ങിയവരോ ഉണ്ടെങ്കിൽ അവരോടൊന്ന് ചോദിച്ചിട്ട് മാത്രം വരാൻ ശ്രമിക്കുക. ബിക്കോസ് ഇതിന്റെ മാത്രം വെച്ചിട്ട് ഒരു എന്താ ഇത് യൂണിവേഴ്സിറ്റിയുടെ അല്ലെങ്കിൽ ആ ഒരു കോളേജിന്റെ പേര് മാത്രം വെച്ചിട്ട് ഒരിക്കലും നിങ്ങൾ പോകരുത്. ആ ഡിപ്പാർട്ട്മെന്റും കൂടെ ഒന്ന് പേഴ്സണലി അന്വേഷിക്കുന്നത് നല്ലതായിരിക്കും. ഹോസ്റ്റൽ ഫീസ് ഇൻക്ലൂഡഡ് ആണോ എന്ന് അത് ഹോസ്റ്റൽ ഫീസിന്റെ കാര്യം പറഞ്ഞു. ഹോസ്റ്റൽ ഫീസാണ് എക്സ്ട്രാ. ഈ പറഞ്ഞതിൽ ഹോസ്റ്റൽ ഫീസ് അല്ല. ഹോസ്റ്റൽ ഫീസ് ബോയ്സിന് ഫ്രീ 900 പെർ ആണ്, ഗേൾസിന് ഫ്രീ ആണ്. ബട്ട് ഇനീഷ്യൽ കുറച്ച് കോസ്റ്റ് വരും. പിന്നെ മെസ്സിന്റെ ഫീസ് 74 റുപ്പീസ് പെർ ഡേ വെച്ച് വരും. ഫുഡ് നല്ലതാണോ എന്ന് വെച്ചാൽ അത്ര നല്ലതല്ല, ലൈക്ക് കൈൻഡ് ഓഫ് ഓക്കെ. ഭയങ്കര ബെറ്റർ എന്ന് ഞാൻ പറയില്ല. ഭയങ്കര എക്സ്പെക്ടേഷൻ ഇട്ട് ഭയങ്കര ഡിസപ്പോയിന്റഡ് ആയിരിക്കും. കൈൻഡ് ഓഫ് അത്യാവശ്യം കുഴപ്പമില്ല. എന്നെ അത്യാവശ്യം ഇടയ്ക്ക് പുറത്തുനിന്ന് കഴിക്കാം, ബിക്കോസ് മെസ് അത്ര റേറ്റ് വരുന്നില്ല നമുക്ക് കമ്പാരിറ്റീവ്ലി. അപ്പൊ ഇടയ്ക്ക് പുറത്തുനിന്ന് കഴിക്കാം, ഇടയ്ക്ക് തന്നെയൊക്കെ കുക്ക് ചെയ്യാം. അത്ര ബെറ്റർ അല്ല, ബട്ട് കൈൻഡ് ഓഫ് ഓക്കെ. ഹോസ്റ്റൽ ഫെസിലിറ്റീസ് ഒക്കെ അത്യാവശ്യം നല്ല രീതിയിലുണ്ട്. നമ്മൾ ഫുള്ളി വൈഫൈ എനേബിൾഡ് ആണ്. നമുക്ക് ഹോസ്റ്റലാണെങ്കിൽ യൂണിവേഴ്സിറ്റിക്ക് ആണെങ്കിലും ഫുള്ളി വൈഫൈ ആണ്. നമുക്ക് റേഞ്ച് ഒന്നും അത്ര കിട്ടില്ല ബേസിക്കലി ഇവിടെ. എസ്പെഷ്യലി ജിയോ വീക്കൊന്നും അധികം റേഞ്ച് ഇല്ല. കമ്പാരിറ്റീവ്ലി BSNL കുറച്ചും കൂടെ ഉണ്ട്. എയർടെലിന് അത്യാവശ്യം ഉണ്ട്. ജിയോയ്ക്കും വീക്കൊന്നും ഒട്ടും റേഞ്ച് ഇല്ല. അപ്പോൾ വൈഫൈ ആണ് നമ്മുടെ ഏക ആശ്രയം. അതാണ് ആക്ച്വലി എനിക്ക് ഇപ്പോഴും കട്ടായി പോകുന്നത്. റേഞ്ച് ഭയങ്കര ഇഷ്യൂ വരുന്നതുകൊണ്ടാണ്. സോ അങ്ങനെ ഒരു സംഭവം ഉണ്ട്. ബട്ട് ഫെസിലിറ്റീസ് ഒക്കെ അത്യാവശ്യം എല്ലാം പ്രൊവൈഡ് ചെയ്യും. ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റി ആണ്, അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് നാട്ടിൽ കിട്ടുന്നതിനേക്കാളും കൂടുതൽ ഒരു ഫെസിലിറ്റീസ് ഇവിടെ കിട്ടുന്നതാണ്. ഭയങ്കര ഫ്രീ ആണ് എല്ലാത്തിനും. ക്യാമ്പസ് എൻവയോൺമെന്റ് ഭയങ്കര ഞാൻ പറഞ്ഞല്ലോ, ഒരു ക്യാമ്പസ് വൈബിനെ അന്വേഷിച്ച് വരുന്നതാണെങ്കിൽ ഭയങ്കര അടിപൊളിയായിരിക്കും. എനിക്കൊരു ചില്ലിങ് ഒരു വൈബിനൊക്കെ ആണെങ്കിൽ ഭയങ്കര അക്കാഡമിക്കലി എനിക്ക് തോന്നുന്നു ആ ഒരു ക്യാമ്പസ് വൈബ് ഭയങ്കര കൂടുതലാണ് ഇവിടെ. സോ ക്യാമ്പസ് അത്യാവശ്യം നല്ല കിട്ടുന്ന ക്യാമ്പസ് ആണ്. ഹൗസ് MA ഇംഗ്ലീഷ് ലിറ്ററേച്ചർ. ഇംഗ്ലീഷും കൈൻഡ് ഓഫ് അത്ര ബെറ്റർ ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് ഞാൻ പറഞ്ഞു കേട്ടിട്ടില്ല. ഒന്ന് അവിടെ ഇംഗ്ലീഷിലുള്ള ആരെങ്കിലും ഒന്ന് അന്വേഷിക്കുന്നത് നല്ലതായിരിക്കും. കമ്മ്യൂണിക്കേഷൻ ജേർണലിസം കമ്പാരിറ്റീവ്ലി ഗുഡ് ആണ്. MSW CET എങ്ങനെ ക്രാക്ക് ചെയ്തു? Can you say something about the exam experience? How much she had to score in CET exam to join in PU? Like MSW, ഞാൻ സ്റ്റാറ്റിസ്റ്റിക്സ് ആയിരുന്നു, MSW അല്ലായിരുന്നു. ലൈക്ക് എന്റെ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ ഞങ്ങളുടെ സമയത്ത് കമ്പാരിറ്റീവ്ലി കുറവായിരുന്നു ഒരു ടഫ്നെസ് എന്ന് പറയുന്ന എക്സാമിന്റെ. ഞാൻ 2 വർഷം മുമ്പാണ് എഴുതിയത്. അപ്പോൾ ഞങ്ങളുടെ സമയത്ത് കമ്പാരിറ്റീവ്ലി എക്സാം അത്ര ടഫ് ആയിരുന്നില്ല. പക്ഷെ കഴിഞ്ഞ വർഷമാണ് കുറെ കൂടെ ടഫ് ആയത്. കാരണം ഡൽഹി വന്നതോടെ തന്നെ ഡൽഹി യൂണിവേഴ്സിറ്റി കഴിഞ്ഞ വർഷമാണ് CET ഇൻക്ലൂഡഡ് ആയത്. അപ്പൊ തന്നെ ഭയങ്കരമായിട്ട് എക്സാമിന്റെ പാറ്റേൺ മാറി. പാറ്റേൺ അല്ല, ടഫ്നെസ് മാറി. ഭയങ്കര കുറച്ചും കൂടെ ടഫായി. ആൾക്കാരുടെ എണ്ണം ഇരട്ടിയായി. ലൈക്ക് നേരെ ഡബിൾ ആയി. ഞങ്ങൾ എഴുതിയേക്കാളും നേരെ ഇരട്ടി ആൾക്കാരായിരുന്നു കഴിഞ്ഞ വർഷം CET എഴുതിയത്. അത് തന്നെ ടഫ്നെസ്സും ഡിഫറെന്റ് ആയിരുന്നു. കാരണം എല്ലാവരും നോക്കുന്ന വൺ ഓഫ് ദ മെയിൻ ഇത് ഡൽഹി യൂണിവേഴ്സിറ്റിയാണ്.
അപ്പൊ ഈ വർഷമാണെങ്കിൽ ടാറ്റ പോലത്തെ ഇൻസ്റ്റിറ്റ്യൂട്ട്സും CET ഇൻക്ലൂഡഡ് ആണ്. അതുകൊണ്ട് കൈൻഡ് ഓഫ് ഞങ്ങൾ എഴുതിയതിനേക്കാളും അത്യാവശ്യം ടഫ് ആയിരിക്കും എക്സാം. ഞങ്ങൾക്ക് അത്രയും ഇതായിരുന്നില്ല. പിന്നെ ഞങ്ങൾക്ക് കുറച്ചും കൂടെ ടൈം ഉണ്ടായിരുന്നു പ്രിപ്പയർ ചെയ്യാനൊക്കെ. ഞങ്ങളുടെ എക്സാം നടന്ന ഓഗസ്റ്റ് സെപ്റ്റംബർ ടൈമിലൊക്കെയാണ്. നിങ്ങൾക്ക് ഇപ്പോ കഴിഞ്ഞ വർഷം ജൂണിലായിരുന്നു, നിങ്ങൾക്ക് ഇപ്പൊ മാർച്ചിലാണ് എക്സാം. അപ്പോൾ നിങ്ങളുടെ സബ്ജക്ട് നിങ്ങൾ പഠിച്ച് തീരുന്ന ടൈം പോലും ആയിട്ടില്ല, നിങ്ങളുടെ കോഴ്സ് മിക്കും തീർന്നു കാണത്തില്ല. അപ്പോൾ ലൈക്ക് നിങ്ങൾക്ക് പഠിക്കാനുള്ള ടൈം ഭയങ്കര കുറവാണ്. അപ്പോൾ ഉള്ള ടൈം പ്രിപ്പയർ ചെയ്യാന്നുള്ളതാണ്. ഈ മീൻസ് CET തന്നെയാണ് നോക്കുന്നതെങ്കിൽ നിങ്ങളുടെ ഡിഗ്രിയുടെ മാർക്ക് അത്ര കണ്ട് ഇമ്പോർട്ടൻസ് വരുന്നില്ല. അപ്പൊ നിങ്ങൾ ഡിഗ്രി എക്സാം മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാതെ നിങ്ങൾ CETക്ക് അത്രയ്ക്ക് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ കുറെ ടൈം ഇതിനു വേണ്ടി മാറ്റി വെക്കുക. എസ്പെഷ്യലി സിലബസ് പഠിക്കാതെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ പഠിക്കുന്നത് വളരെ നല്ലതാണ്. ബയോ എക്സാം പാറ്റേൺ ഒക്കെ മനസ്സിലാകും. അപ്പൊ പ്രീവിയസ് ഇയർ ഒക്കെ എടുത്ത് വെച്ചിട്ട് ആ ഒരു സാധനം പാർട്ട് എ ആണെങ്കിലും പാർട്ട് ബി നിങ്ങൾക്ക് ജനറൽ വരുന്നതാണ്, പാർട്ട് ബി സബ്ജക്റ്റ് ആയിരിക്കും. അപ്പോൾ അത് പ്രീവിയസ് ഇയേഴ്സ് വെച്ച് നിങ്ങൾ പഠിക്കുന്നത് കമ്പാരിറ്റീവ്ലി ഭയങ്കര ബെറ്റർ ആയിരിക്കും നിങ്ങൾക്ക് ഒരു എക്സാം പ്രിപ്പറേഷൻ. നിങ്ങൾക്ക് ഇവിടെ ഇഷ്ടംപോലെ പട്ടികളുടെ സ്വരം കേൾക്കാം. ഇവിടെ ഇഷ്ടംപോലെ പട്ടികളുണ്ട് എന്നുള്ളത് വളരെ ആൾക്കാരാണെങ്കിലും ഭയങ്കര കെയറിംഗ് ആണ് ഇവിടുത്തെ പട്ടികളോട്. അതുകൊണ്ട് തന്നെ പട്ടികളുടെ എണ്ണം ഭയങ്കര കൂടുതലാണ് പറഞ്ഞില്ലെന്ന് പറയും. സോ സ്റ്റാറ്റിസ്റ്റിക്സ് ഇൻ ഹൈദരാബാദ് യൂണിവേഴ്സിറ്റി ആണോ PU ആണോ നല്ലത്? ഒബ്വിയസ്ലി ഇപ്പോഴത്തെ സാഹചര്യം വെച്ച് ഹൈദരാബാദ് തന്നെയായിരിക്കും നല്ലത്. സ്റ്റാറ്റിസ്റ്റിക്സ് വെച്ച് നോക്കിക്കഴിഞ്ഞു PU ഏറ്റവും ബെസ്റ്റ് ഡിപ്പാർട്ട്മെന്റ്. അങ്ങനെ ബെസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല. ഞാൻ പറഞ്ഞ ഡിപ്പാർട്ട്മെന്റ് കമ്പാരിറ്റീവ്ലി സയൻസ് ബയോടെക് ഒക്കെ അത്യാവശ്യം ബെറ്റർ ആണ്. ജിയോളജി അത്യാവശ്യം നല്ല, ജിയോളജി ഒക്കെ വളരെ കുറച്ച് സ്ഥലത്തേ ഉള്ളൂ. ഐ മീൻ ബെറ്റർ ആയിട്ടുള്ള ഒന്ന് PU ആണ്. MSW അത്യാവശ്യം നല്ലതാണ്. സയൻസ് അത്യാവശ്യം നല്ല നല്ല ഡിപ്പാർട്ട്മെന്റ്സ് ആണ്. MB അത്യാവശ്യം കുഴപ്പമില്ല. ലൈക്ക് അങ്ങനെ ബെസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല. മാത്തമാറ്റിക്സ് ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ച് പറയാമോ? മാത്തമാറ്റിക്സും കൈൻഡ് ഓഫ് ഭയങ്കര ബെസ്റ്റ് അല്ല, ബട്ട് ഇറ്റ്സ് കൈൻഡ് ഓഫ് ഓക്കെ. നിങ്ങൾക്ക് ഫാക്കൽറ്റീസ് ഒക്കെ അത്യാവശ്യം ബെറ്റർ ആണ്. ഈ പറഞ്ഞ പോലെ മാത്സിനാണെങ്കിൽ ആൾക്കാരുടെ എണ്ണം കൂടുതലാണ്, അപ്പൊ നിങ്ങൾക്ക് കിട്ടുന്ന ഇത് കുറവായിരിക്കും. ബട്ട് ഒരു എക്സ്പോഷർ ഇപ്പോൾ ഈവൻ എസ്പെഷ്യലി നിങ്ങളൊരു എന്താ റിസർച്ച് ഓറിയന്റഡ് ആയിട്ടാണ് പോകുന്നതെങ്കിൽ കിട്ടുന്ന എക്സ്പോഷർ ഭയങ്കര കൂടുതലായിരിക്കും. കാരണം ഇവിടെ ഇഷ്ടംപോലെ റിസർച്ച് സ്കോളേഴ്സിന്റെ എണ്ണം നല്ല കൂടുതലാണ്. സോ നിങ്ങൾ നാട്ടിലേക്കാളും കുറച്ചും കൂടെ ഐ മീൻ റിസർച്ച് സ്കോളേഴ്സിന്റെ കൂടുതലായതുകൊണ്ട് നമുക്ക് അവരായിട്ടുള്ള ഇന്ററാക്ഷൻ ഭയങ്കര കൂടുതലാണ്. അപ്പോൾ റിസർച്ച് ഓറിയന്റഡ് ആയിട്ട് പോകാനൊക്കെ ഭയങ്കര ബെറ്റർ ആയിരിക്കും ഇവിടെ വരുന്നത്. ലൈക്ക് നിങ്ങൾക്ക് ഇപ്പൊ നെറ്റ് എഴുതാനാണേലും അല്ലെങ്കിൽ റിസർച്ച് ബാക്കി കാര്യങ്ങൾക്ക് ഗേറ്റോ അങ്ങനത്തെ റിസർച്ച് ഓറിയന്റഡ് ആയിട്ട് പോകാൻ ഉള്ള എക്സാംസിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന കാര്യത്തിലൊക്കെ ആണെങ്കിലും നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്ന ഒരു എക്സ്പോഷറും കാര്യങ്ങളൊക്കെ ഭയങ്കര കൂടുതലായിരിക്കും. ഞാൻ CET ഈ വർഷം പാർട്ട് എ മാറ്റി എന്ന് പറഞ്ഞായിരുന്നു. ഞങ്ങളുടെ ടൈമിൽ പാർട്ട് എ ഉണ്ടായിരുന്നു. ഈ വർഷം സബ്ജക്ട് കോമൺ CETയുടെ പ്രീവിയസ് ഇയേഴ്സ് ഗൂഗിളിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് തപ്പിക്കഴിഞ്ഞാൽ കിട്ടും. അപ്പൊ പാർട്ട് എ നോക്കാതെ സബ്ജക്ട് വൈസ് നോക്കുക. എസ്പെഷ്യലി സിലബസ് ഇപ്പൊ നിങ്ങൾക്ക് ടൈം ഇല്ല, അപ്പൊ സിലബസിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാതെ ഐ മീൻ സിലബസ് മാത്രം നോക്കിക്കൊണ്ടിരിക്കാതെ പ്രീവിയസ് ഇയേഴ്സ് വെച്ചിട്ട് ആ ഒരു പാറ്റേൺ എങ്ങനെയാന്ന് വെച്ചാൽ ആ രീതിയിൽ ഇപ്പം നിങ്ങൾക്ക് പ്രീവിയസ് ഇയേഴ്സ് നോക്കുമ്പോൾ തന്നെ ഇവൻ പാർട്ട് ടൈം മാറ്റി നിർത്തി കഴിഞ്ഞാൽ സബ്ജക്ട് ഓറിയന്റഡ് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരുവിധം എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നതെന്ന് മനസ്സിലാവും. അപ്പോൾ ഈ ഒരു ടൈമിൽ എസ്പെഷ്യലി ഇനി ഒരു 10-15 ഡേയ്സ് ഒരു 2 വീക്സിന്റെ അടുത്തേ ഉള്ളൂ നിങ്ങൾക്ക് കിട്ടുന്ന ടൈം. അപ്പൊ ആ ഒരു സമയം സിലബസ് തിയറി കോൺസെൻട്രേറ്റ് ചെയ്യാതെ ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കുന്നത് എക്സാം ഒരു കോമ്പറ്റീറ്റീവ് എക്സാം വൈസ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭയങ്കര ബെറ്റർ ആയിരിക്കും. CET ആക്കുന്നതിന് മുന്നേ ഉള്ള പ്രീവിയസ് ഇയർ ആണ് ചോദിച്ചത്. ഓക്കെ CUETക്ക് മുമ്പ് CUCT എന്ന് പറഞ്ഞൊരു ഇതായിരുന്നു സെറ്റ് എന്ന് പറഞ്ഞ. അതിന്റെ ആണെങ്കിലും ഐ മീൻ നിങ്ങൾക്ക് ആ ഒരു പാറ്റേൺ കിട്ടാൻ അതൊക്കെ കുഴപ്പമില്ല, ഏത് നോക്കിയാലും. കമ്പാരിറ്റീവ്ലി കഴിഞ്ഞ CUETയുടെ തന്നെ നോക്കുന്നതായിരിക്കും ബെറ്റർ, ആ ഒരു പർട്ടിക്കുലർ പാറ്റേൺ മനസ്സിലാക്കാൻ. ഞാൻ പോണ്ടിച്ചേരിയുടെ കാര്യം പറയുകയാണെങ്കിൽ പോണ്ടിച്ചേരി പണ്ട് CUET ഒരു കോമൺ എൻട്രൻസ് അല്ലായിരുന്നു. പോണ്ടിച്ചേരിക്ക് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഒരു എക്സാം സിസ്റ്റം ആയിരുന്നു 2-3 വർഷം മുമ്പ് വരെ. അപ്പോ അതിനേക്കാളും ബെറ്റർ, അത് നോക്കുന്നതിനേക്കാളും ബെറ്റർ ഈ ഒരു കഴിഞ്ഞ വർഷങ്ങളിലെ 1-2 ഇയേഴ്സിന്റെ ഒരു 1-3 ഇയേഴ്സിന്റെ എന്തായാലും നോക്കുക. ബാക്കി നിങ്ങൾക്ക് ടൈം ഉള്ള പോലെ ചെയ്ത് നോക്കുക. ഈവൻ സബ്ജക്ട് ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുക. എനിത്തിങ് എൽസ്? പ്ലേസ്മെന്റ്സ് ഉണ്ടോ? പ്ലേസ്മെന്റ്സിന്റെ കാര്യം ഞാൻ പറഞ്ഞു. കോമൺ വരുന്നത് കൂടുതൽ MBAക്കാണ്. ഈവൻ MBA കുറെയൊക്കെ MSWക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയതാണ്, HR പോലത്തെ കാര്യങ്ങളൊക്കെ.
ഡിപ്പാർട്ട്മെന്റ് വൈസ് എനിക്ക് ഓരോ ഡിപ്പാർട്ട്മെന്റ് വൈസ് നോക്കേണ്ടി വരും. ലൈക്ക് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ്സിൽ അത്യാവശ്യം കുറച്ച് പ്ലേസ്മെന്റ്സ് ഒക്കെ വരാറുണ്ട്. കൂടുതലും ബയോസ്റ്റാറ്റ് റിലേറ്റഡ് ഒക്കെയാണ്. പിന്നെ കോമൺ ആയിട്ട് ബാങ്ക് ഒക്കെ കുറച്ച് കോമൺ വരാറുണ്ട്. ഈ ഇടയ്ക്ക് ഫെഡറൽ ബാങ്ക് വന്നിരുന്നു. എല്ലാവർക്കും ഓൾ PG എല്ലാവർക്കും അറ്റൻഡ് ചെയ്യാൻ പറ്റിയതായിരുന്നു. അതിൽ കുറച്ച് പേർക്ക് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ബാങ്ക്സ് കുറച്ച് കോമൺ, ഈവൻ അലന്റെ വന്നിരുന്നു കുറച്ച് 2 ആഴ്ച മുമ്പ്. അലൻ കരിയർ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ അതും സബ്ജക്ട് വൈസ് അവർ പ്രൊവൈഡ് ചെയ്യുന്ന സബ്ജക്ട് ആർക്ക് വേണമെങ്കിലും അറ്റൻഡ് ചെയ്യാൻ പറ്റിയതായിരുന്നു. കോമൺ വരുന്നത് കൊണ്ട് ഡിപ്പാർട്ട്മെന്റ്സ് പർട്ടിക്കുലറി വരുന്നത് കുറച്ച് ഡിപ്പാർട്ട്മെന്റ്സ് കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. കൂടുതൽ MBAക്കാണ് വരുന്നത്. അത് ബെറ്റർ ആയിക്കൊണ്ടിരിക്കുകയാണ് ഓരോ വർഷം കൂടുന്തോറും. ഷുഡ് യു റേറ്റ് സ്റ്റാറ്റിസ്റ്റിക്സ് ഡിപ്പാർട്ട്മെന്റ് അറ്റ് PU? റേറ്റിംഗ് അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു 10ലാണെങ്കിൽ ഒരു 7 ഒക്കെ കൊടുക്കായിരിക്കും. ഞാൻ അത്ര ഭയങ്കര എക്സ്പെക്ടേഷനിൽ വന്നു കഴിഞ്ഞാൽ ഡിസപ്പോയിന്റഡ് ആവും. ബട്ട് നമ്മളുടെ ആക്ച്വലി ഡിപ്പാർട്ട്മെന്റിനേക്കാളും കൂടുതൽ ആക്ച്വലി നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റിയ ഒരു ഓപ്പർച്യൂണിറ്റി ഇവിടെ ഉണ്ട്. നമ്മൾ കുറെ ഫ്രീ ആണ് ആക്ച്വലി. അപ്പോ ഈവൻ നമ്മുടെ ഒരു എഫേർട്ട് പോലെ ഇരിക്കും. നമ്മൾ എത്രത്തോളം എഫേർട്ട് നമ്മുടെ ഭാഗത്ത് നിന്ന് ഇടുന്നു. നിങ്ങളെ ആരും പുഷ് ചെയ്യാനൊന്നുമില്ല ഇവിടെ. ഞാൻ പറഞ്ഞല്ലോ ഭയങ്കര ഫ്രീ ആയിട്ടൊരു ക്യാമ്പസാ. ഫ്രീഡം ടു ദ അറ്റ്മോസ്റ്റ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഫുള്ളി അവൈലബിൾ ടു യു. നിങ്ങളുടെ കയ്യിലാണ് ആക്ച്വലി നിങ്ങളുടെ ഒരു ഫ്യൂച്ചർ ഇരിക്കുന്നത്. നിങ്ങൾ ആരും ഇവിടെ പുഷ് ചെയ്യാനില്ല, ആരുമില്ല. ബട്ട് നിങ്ങൾ ഫുള്ളി ഫ്രീ ആണ്. നിങ്ങൾക്ക് എന്ത് ചെയ്യാനുള്ള റെസ്ട്രിക്ഷൻ ഒന്നുമില്ല. അപ്പൊ നിങ്ങൾക്ക് എത്ര എഫേർട്ട് ഇടാൻ പറ്റുമോ ആ എഫേർട്ട്, ലൈക്ക് നിങ്ങൾക്ക് എഫേർട്ട് ഇടാൻ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ അതിനുള്ള ഫെസിലിറ്റീസ് ഫുള്ള് ഇവിടെ ഉണ്ട്. ലൈബ്രറീസ് ആണെങ്കിലും ബുക്സ് ആണെങ്കിലും ഫാക്കൽറ്റീസ് അത്യാവശ്യം നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള നല്ല ടാലന്റഡ് ആയിട്ടുള്ള ഫാക്കൽറ്റീസും ഉണ്ട്. അപ്പം ലൈബ്രറീസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, വൈഫൈ ഉണ്ട്, ലൈക്ക് നിങ്ങൾക്ക് സെർച്ച് ചെയ്യാനുള്ള ഫുൾ ഇതുണ്ട്. ഈവൻ അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ എഫേർട്ട് ഇടുന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി അതിന്റെ റിസൾട്ട് വരും. അപ്പൊ നിങ്ങളുടെ കയ്യിലാണ് ആക്ച്വലി അതിരിക്കുന്നത്. ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കൈൻഡ് ഓഫ് നല്ല ഫാക്കൽറ്റീസും ഉണ്ട്, അത്യാവശ്യം പ്ലേസ്മെന്റ്സും ഉണ്ട്. ഗുഡ്. കമ്പാരിറ്റീവ്ലി ഒരു ജോബ് ഓറിയന്റഡ് ആണ് കുറച്ചും കൂടെ ഇവിടുത്തെ ഡിപ്പാർട്ട്മെന്റ്സ് പ്രൊവൈഡ് ചെയ്യുക. ഒരു എന്താ പറയാ, ഒരു വേ എന്ന് പറയുന്നത്. അതായത് നിങ്ങൾക്ക് സ്റ്റാറ്റിസ്റ്റിനെ പറ്റി പറയുകയാണെങ്കിൽ മെയിൻലി ആൾക്കാർ നോക്കുന്ന ഒരു സംഭവം ISS ആണ്, ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ സർവീസ്, അല്ലെങ്കിൽ നെറ്റ് വരുന്ന കോഴ്സുകളാണ്. അപ്പോ അത് പ്രൊവൈഡ് അതിലേക്കുള്ള ഒരു ഓറിയന്റേഷനെക്കാളും കുറച്ചും കൂടെ ജോബ് റിലേറ്റഡ് ഓറിയന്റേഷൻ ആണ് ഇവിടെ കൂടുതൽ. ഞാൻ പറഞ്ഞല്ലോ ഫോർ സം ഇന്റേൺഷിപ്പിന് വേണ്ടി ബേസിക്കലി ഇൻഡസ്ട്രി എക്സ്പീരിയൻസ് കിട്ടുക എന്നുള്ള ലക്ഷ്യത്തോടെ വെച്ചേക്കുന്നതാണ്. അപ്പോ ഒരു ജോബ് ഓറിയന്റേഷൻ ആണ് ഈ കോഴ്സ്, ഇവിടുത്തെ ഒരു കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്, ഒരു റിസർച്ച് ഓറിയന്റേഷനേക്കാൾ. ബട്ട് ഇവിടെ റിസർച്ച് സ്കോളേഴ്സും കുറെ ഉണ്ട്. അപ്പോൾ മലയാളീസ് ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അപ്പോൾ അവരായിട്ടുള്ള ഇന്ററാക്ഷൻ ഒക്കെ നിങ്ങൾക്ക് റിസർച്ചിന് പോകാനാണെങ്കിലും നിങ്ങൾക്ക് നല്ലതായിരിക്കും. ലൈക്ക് അവരായിട്ടുള്ള ഇന്ററാക്ഷൻസ് എപ്പോഴും ആ ഒരു ലെവലിലേക്ക് നമുക്ക് പോകണോ വേണ്ടെന്ന് അറിയാൻ ഭയങ്കര നല്ലതായിരിക്കും. ഒന്നിലേക്ക് വൈൻഡപ്പ് ചെയ്യാൻ തോന്നുന്നു. ഹലോ, നമുക്ക് സെഷൻ വൈൻഡപ്പ് ചെയ്യാൻ തോന്നുന്നു. ഡൗട്ട്സ് ഒക്കെ ഏകദേശം ക്ലിയർ ആയിട്ടുണ്ട് എന്ന് വിചാരിക്കുകയാണ്. താങ്ക് യു അലക്സ്. വളരെ നല്ല ഒരു സെഷൻ തന്നെയായിരുന്നു. ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്തു. അതേപോലെ തന്നെ നിങ്ങൾക്ക് സ്റ്റുഡൻസിന് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റിനെ കുറിച്ചിട്ട് കാര്യമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ബാക്കി ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മെന്റേഴ്സിൻ്റെ അടുത്ത് ചോദിക്കുക. അവര് അലക്സിനെ കോണ്ടാക്ട് ചെയ്തിട്ട് അത് ക്ലിയർ ചെയ്ത് തരും കേട്ടോ. സ്റ്റാറ്റിസ്റ്റിക്സ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ കോളേജുമായിട്ട് ബന്ധപ്പെട്ട് വേറെ ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ച് ചോദിച്ചാൽ ചിലപ്പോൾ എല്ലാവർക്കും അങ്ങനെ ആൻസർ ചെയ്യാൻ പറ്റിക്കൊള്ളണമെന്നില്ല. അപ്പോൾ നിങ്ങൾ അതൊന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നത്തെ ഒരു സെഷൻ ലൈക്ക് യൂണിവേഴ്സിറ്റിയെ കുറിച്ച് കൂടുതൽ ഈ ഇടയ്ക്ക് ഒരു വീഡിയോ ഇട്ടിരുന്നു അവര് യൂണിവേഴ്സിറ്റിന്ന്. യൂണിവേഴ്സിറ്റിയെ പറ്റിയുള്ള ഞാൻ ലിങ്ക് ഷെയർ ചെയ്തിട്ടുണ്ട്. ആ ലിങ്കില് യൂണിവേഴ്സിറ്റിയെ പറ്റി കഴിഞ്ഞ ഇടയ്ക്ക് ഇറങ്ങിയ ഒരു വീഡിയോ, അവർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് തന്നെ ഇറക്കിയൊരു വീഡിയോ ആണ് ഒരു പ്രൊമോഷന് വേണ്ടിയിട്ട്. അപ്പൊ അത് കാണുന്ന വളരെ നല്ലതായിരിക്കും യൂണിവേഴ്സിറ്റിയെ പറ്റി ഒരു ഐഡിയ കിട്ടാൻ. ഓക്കെ, എന്നാല് നമുക്ക് വൈൻഡപ്പ് ചെയ്യല്ലേ? ഓക്കെ, താങ്ക് യു അലക്സ്. താങ്ക് യു.